6 റൺസ് അർദ്ധ സെഞ്ചുറിയുമായി സച്ചിൻ ബേബി. രാവിലെ ആദ്യം ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്ത ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് ചില നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ലേഖന വിവാദത്തിൽ തരൂരിനെ എതിരെ പരസ്യ ഏറ്റുമുട്ടലിനിറങ്ങിയ മുതിർന്ന നേതാക്കളുടെ ചെവിക്ക് പിടിച്ച ഹൈക്കമാൻഡ് പരസ്യ പ്രതികരണങ്ങൾ നടത്തി ഇടതുപക്ഷത്തിന്റെ കെണിയിൽ വീഴുന്നതെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം തരൂരിനെ ഒറ്റതിരിഞ്ഞ് സംഘടിതമായി ആക്രമിക്കുകയാണെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ ഒരു വിഭാഗം. ലേഖന വിവാദത്തിന് പിന്നാലെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ് മണിക്കൂറുകൾക്കുള്ളിൽ പിൻവലിച്ച് പകരം മറ്റൊരു ചിത്രമിട്ടതോടെയാണ് കോൺഗ്രസ് പോഷക സംഘടനകളും തരൂരിനെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അതേസമയം KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ശശി തരൂരിനെതിരെ ഉയരുന്ന പ്രതിഷേധം ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണെന്നും ഹൈക്കമാൻഡിന് സംശയമുണ്ട്. തലസ്ഥാന ജില്ലയിലെ മുതിർന്ന ചില നേതാക്കളുടെ പിന്തുണയോടെയാണ് യുവജന സംഘടനകൾ തരൂരിനെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് സൂചന. ഇംഗ്ലീഷ് ദിനപത്രത്തിലെ വിവാദ ലേഖനത്തിനും പഠന റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടുള്ള അതിലെ പരാമർശങ്ങൾക്കും അമിത പ്രാധാന്യം നൽകി വിവാദങ്ങളുടെ ആക്കം കൂട്ടിയത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്ന വിലയിരുത്തലിലാണ് ദേശീയ നേതൃത്വം. തരൂരിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കാനുള്ള ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം ഇടതുപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുമെന്നും അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നുമാണ് ഹൈക്കമാൻഡിന്റെ നിരീക്ഷണം. ഈ പശ്ചാത്തലത്തിലാണ് പരസ്യ പ്രതികരണങ്ങൾ നടത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് നേതാക്കന്മാർ വിട്ടുനിൽക്കണമെന്ന ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ്. ലേഖന വിവാദത്തിൽ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ഉറച്ചു നിൽക്കുമ്പോഴും ഈ നീക്കം ശശി തരൂരിനെ പ്രകോപിപ്പിച്ചേക്കുമെന്ന വിലയിരുത്തലും ദേശീയ നേതൃത്വത്തിനുണ്ട്. അതേസമയം തന്റെ പരാമർശങ്ങൾ വളച്ചൊടിച്ച് അനാവശ്യ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയതിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന നിലപാടിലാണ് ശശി തരൂർ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. BV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് തരൂരുമായി ബന്ധപ്പെട്ട വിവാദമാണ്. അത് ഇടതുപക്ഷം ആയുധമാക്കിയിരുന്നു. ഇന്നലെ മാത്യു കുഴൽനാടനടക്കം CPM-നെതിരെ ഇടതുപക്ഷത്തിനെതിരെ തരൂർ ആ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള വാർത്താ സമ്മേളനമൊക്കെ നടത്തിയിരുന്നു. അതിൽ CPM മറുപടി എന്ത് എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. നമുക്ക് അരുണിലേക്ക് ഒന്ന് പോകണം. അരുൺ, ഏതായാലും ഇന്നലെയും CPM തരൂരിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോയില്ല. കുഴൽനാടൻ ഈ ലേഖനത്തിൽ ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും ഒപ്പം നമുക്കറിയാം നരേന്ദ്രമോദിയെയും പിന്തുണച്ചുകൊണ്ട് അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തരൂർ പറഞ്ഞ പശ്ചാത്തലമുണ്ട്. ഇതിൽ കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഡിഫെൻഡ് ചെയ്യുക അല്ലാതെ തരൂരിനെ അനുകൂലിക്കാൻ യാതൊരു വഴിയുമില്ലല്ലോ. കാരണം അത്തരം പരാമർശങ്ങൾ നടത്തുന്നു. ഈ കൃപേഷും ശരത് ലാലുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തിയിടുന്നു. അങ്ങനെ യുവജന സംഘടനകളെ പോലും പ്രകോപിപ്പിക്കുന്ന വിധമാണ് പെരുമാറ്റം. അപ്പോൾ എങ്ങനെയാണ് ഹൈക്കമാൻഡ് ഇത് സംശയിക്കുന്നത് ആസൂത്രണ നീക്കമെന്നുള്ളത്? രഞ്ജിത്ത്, CPM തരൂരിനെ പിന്തുണയ്ക്കുന്ന അപ്പുറത്തേക്ക് അവർക്ക് ഇതിലും വലിയൊരു ആയുധം, അതായത് അവർക്ക് ഇതിലും വലിയ അവരുടെ നേട്ടങ്ങൾ, വ്യാവസായിക സൗഹൃദ കേരളമെന്ന് കുറെ നാളുകളായി CPM പറയുമ്പോൾ അതിന് ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റായി തന്നെയാണ് തരൂരിന്റെ പരാമർശത്തെ CPM കാണുന്നത്. അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ തരൂരിനെ പിന്തുണയ്ക്കുന്നത്. അതിന്റെ അപകടം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും തിരിച്ചറിയുന്നത്. തരൂരിനെ ഇങ്ങനെ CPM പിന്തുണയ്ക്കുന്നത് CPM-ന്റെ ഈ വികസന രാഷ്ട്രീയ നയങ്ങൾക്ക് ലഭിച്ച ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് അതിനെ മാറ്റുന്നത് വലിയ അപകടമെന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചത്. അതുകൊണ്ടാണ് ആ CPM-ന്റെ കെണിയിൽ പോയി വീഴുന്ന നിർദ്ദേശം നേതാക്കൾക്ക്, ഇത് വിവാദം വീണ്ടും വീണ്ടും വഷളാക്കി കെണിയിൽ പോയി വീഴുന്ന നിർദ്ദേശം നേതാക്കൾക്ക് നൽകുന്നത്. മാത്രമല്ല, ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസിന്റെ ദേശീയ മുഖങ്ങളിൽ ഒരാളാണ്. അദ്ദേഹത്തിനെതിരെയുള്ള നീക്കങ്ങൾ നമുക്കറിയാം. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തർക്കം അല്ലെങ്കിൽ മത്സരം ഇപ്പോൾ ഉള്ളത് അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നതിനെ ചൊല്ലിയാണ് കോൺഗ്രസ് തർക്കം. അതിലെ ഒരു പ്രധാനപ്പെട്ട കാൻഡിഡേറ്റാണ്, അതിന്റെ അവകാശിയായി നിൽക്കുന്നയാളാണ് ശശി തരൂർ. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നീക്കം നടത്തുകയാണോ എന്ന സംശയം ദേശീയ നേതൃത്വത്തിൽ ചിലർക്കുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് തരൂരിനെ അങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നൊരു പ്രതീതി ദേശീയ നേതാക്കൾക്കുള്ളതും അങ്ങനെ വേണ്ട, അത്തരം വിഷയങ്ങളിലേക്ക് അധികം ചർച്ചകൾ കൊണ്ടുപോകേണ്ട എന്നും പറയുന്നത്. സ്വാഭാവികമായും തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുമെന്ന് കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ചകളുണ്ട്. അതിന് ചില നീക്കങ്ങൾ, നിർണായക നീക്കങ്ങൾ ചില സാമുദായിക സംഘടന പിന്തുണയടക്കം തേടി അദ്ദേഹം നടത്തിയിരുന്നതുമാണ്. അപ്പോൾ തന്നെ കോൺഗ്രസിലെ കേരളത്തിലെ നേതാക്കൾ അതിലെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. അതിന്റെ ഭാഗമാണോ തരൂരിനെതിരെ ഇപ്പോൾ ഉയരുന്ന ആരോപണം? ഇന്നലെ KSU
തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ ഓഫീസിൽ MP ഓഫീസിന് മുന്നിൽ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഒക്കെ ചിത്രങ്ങൾ പതിച്ചു. CPM കൊന്നവരാണ്. അങ്ങനെ CPM കൊന്നവർ ഉള്ള ഈ രക്തസാക്ഷികളുള്ള പാർട്ടിയാണ്. അങ്ങനെ വരുമ്പോൾ CPM ഏതെങ്കിലും നയങ്ങളെ ആ രീതിയിൽ പിന്തുണയ്ക്കുന്നത് അവരോടുള്ള വഞ്ചനയാണെന്ന് കൂടി ഒരു പരാമർശം ഇന്നത്തെ പോസ്റ്ററിലുണ്ട്. ഇതൊക്കെ ഒരു ആസൂത്രിത നീക്കമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും അതുപോലെ തന്നെ തരൂരിനെ അനുകൂലിക്കുന്നവർക്കുമുള്ളത്. അതുകൊണ്ടാണ് ആ വിഷയം അങ്ങനെ കൂടുതൽ വഷളാക്കേണ്ട എന്ന നിർദ്ദേശം രണ്ട് ഭാഗങ്ങൾക്കും നൽകുന്നത്. ഒന്ന് ശശിധരനോട് തന്നെയാണ്. അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് ഒരുപക്ഷെ മുതിർന്നേക്കില്ല. വലിയ സമ്മർദ്ദമുണ്ടായിട്ടും അദ്ദേഹം നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുമില്ല. താൻ പറഞ്ഞത് കണക്കുകൾ വച്ചാണ്, റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചാണ്. അതിൽ നിന്ന് മാറ്റി പറയണമെങ്കിൽ അതിനുള്ള തെളിവുകൾ, അതിനുള്ള കണക്കുകൾ കൊണ്ടുവരണമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പരോക്ഷമായി തരൂർ ആവശ്യപ്പെട്ടത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം കടുത്ത ഒരു അച്ചടക്കലംഘനമായതിനെ കണ്ടു സംസ്ഥാന നേതൃത്വം. പക്ഷേ എന്നാൽ ദേശീയ നേതൃത്വം സംസ്ഥാന നിലപാടിനൊപ്പമല്ല. തരൂരിന്റെ കാര്യത്തിൽ അച്ചടക്ക നടപടിയോ അല്ലെങ്കിൽ അത്തരം കടുത്ത നീക്കങ്ങളിലേക്കോ പോകരുത്. പകരം സമവായത്തിന്റെ പാതയിലൂടെ ഒരു ഭാഗവും മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശമാണ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി നൽകുന്നത്. ഈ സമവായം എന്ന് പറയുമ്പോൾ അതിന് തരൂർ കൂടി തയ്യാറാകണമല്ലോ. ഇപ്പോൾ ഇന്നലെ തുടർച്ചയായുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലുമൊക്കെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തരൂർ ചെയ്തത്. രാവിലെ CPM-നെതിരെ ഈ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് FB പോസ്റ്റ് ഇട്ടപ്പോൾ ഈ തരൂർ മയപ്പെടുന്നു എന്നുള്ള ഒരു ഫീൽ വന്നിരുന്നു. പക്ഷേ പിന്നീട് അത് പിൻവലിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്. അങ്ങനെ തരൂര് തൻ്റെ വാദങ്ങളിൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ എങ്ങനെ സമവായം എന്നുള്ളതും ഒരു പ്രശ്നമാണല്ലോ. തരൂർ ക്യാമ്പിൻ്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം ലക്ഷ്യം എന്താണ്? ഇങ്ങനെ തന്നെ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക, കോൺഗ്രസിൽ ഒറ്റയാനായി മുന്നോട്ട് പോവുക എന്ന് തന്നെയാണോ തരൂർ ലക്ഷ്യമിടുന്നത്? തരൂർ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും ദേശീയ വിഭാഗവുമായി കഴിഞ്ഞ കുറെ നാളുകളെ അകൽച്ചയിലാണെന്ന് വസ്തുതയാണ്. അത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് വേണ്ടത്ര പ്രാധാന്യം കോൺഗ്രസ് പാർട്ടി നൽകുന്നില്ല. വർക്കിംഗ് കമ്മിറ്റി അംഗമാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്കുള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദേശീയ നേതൃത്വം അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുന്നില്ല. സംസ്ഥാനത്തും അദ്ദേഹത്തിന് കാര്യമായ റോളൊന്നുമില്ല. അദ്ദേഹം തലസ്ഥാനത്ത് MP എന്ന നിലയിൽ പലപ്പോഴും അത്തരം ഒരു അവസരങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ലഭിക്കാറുള്ളൂ. അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്നത് പോലും പലപ്പോഴും ചുരുക്കമാണ്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇവിടുന്ന് ഡൽഹിയിലേക്ക് മടങ്ങി. ഇനി എന്നാണ് തിരിച്ചു വരുന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് തന്റെ റോൾ പാർട്ടിയിൽ? അതാണ് തരൂർ നേതൃത്വം ചോദിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിൽ അവിടെ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നൊരു പേര് മാത്രം മതിയോ? അങ്ങനെ വർക്കിംഗ് കമ്മിറ്റി അംഗമായി എന്ത് ചുമതലയാണ് പാർട്ടി തന്നെ ഏൽപ്പിക്കുന്നത്? ചോദ്യം സ്വാഭാവികമായും തരൂറും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അതിന് കാര്യമായ റോളൊന്നുമില്ല. തിരുവനന്തപുരത്തിന്റെ ഒരു MP ആയി മാത്രം ഒതുങ്ങേണ്ട ആളാണോ താൻ എന്ന ചോദ്യമാണ് തരൂർ നേതൃത്വത്തോട് ചോദിക്കുന്നത്. അങ്ങനെ തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നതിനാണ് അദ്ദേഹത്തിന് അതൃപ്തിയുള്ളത്. അതുകൊണ്ടാണ് CPM-ന്റെ വ്യാവസായിക നയത്തെ പിന്തുണയ്ക്കുന്നത് പോലും അത്തരം തരൂരിന് എന്ത് റോള് വേണമെന്നാണ് നമുക്കറിയാം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും മത്സരിച്ച ഒരു നേതാവാണ് തരൂര്. കേന്ദ്രത്തിൽ ഭരണമില്ല, കേരളത്തിലും ഭരണമില്ല. ഈ ഒരു MP എന്നതിനപ്പുറം തരൂർ എന്ത് റോളാണ്? പാർട്ടിയിൽ കുറച്ചുകൂടി സംസ്ഥാനത്തെ പാർട്ടിയിലടക്കം കുറച്ചുകൂടി ശക്തമായ പ്രാതിനിധ്യം വേണമെന്നുള്ള നിലപാടിലാണോ? എന്താണ് തരൂരിന്റെ മനസ്സിലെന്നുള്ളതും ഒരു പ്രശ്നമാണല്ലോ അരുൺ. തീർച്ചയായിട്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വരാൻ വലിയ താല്പര്യമുണ്ടായിരുന്ന വസ്തുതയാണ്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അതിന് വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളും മന്നം സമാധിയിലടക്കം പോവുകയും NSS ജനറൽ സെക്രട്ടറിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ചെയ്ത നേതാവാണ് തരൂർ. പിന്നീട് ആ ബന്ധത്തിന്റെ കുരച്ചിലുണ്ടായതും വസ്തുതയാണ്. അത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ നിന്നിരം പങ്കെടുക്കുന്നു. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഒരു മുൻനിര നേതാവായി ഉയർന്നു വരാൻ തരൂർ ശ്രമം നടത്തി. പക്ഷേ കോൺഗ്രസിലെ സംസ്ഥാനത്തെ പ്രബല വിഭാഗങ്ങൾ ഒന്നടങ്കം നിന്നുകൊണ്ട് തരൂറിനെ അതിൽ തടയുകയായിരുന്നു, വെട്ടുകയായിരുന്നു. അതിന്റെ ഒരു അതൃപ്തി തരൂറിന് ഇപ്പോഴുമുണ്ട്. അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന നേതാവ് കൂടിയാണ്. അതിന് പ്രധാന കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഭരണമില്ലാത്തപ്പോൾ എന്ത് റോൾ അത് നൽകുമെന്ന ചോദ്യം സ്വാഭാവികം ഉയരുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഉള്ള ഇപ്പോൾ വളരെ ഒതുങ്ങിപ്പോകുന്ന ഒരു പ്രകൃതം അല്ലെങ്കിൽ കൃത്യമായ റോളില്ലാതെ അദ്ദേഹം നിൽക്കുന്നു എന്നൊരു അതൃപ്തി അദ്ദേഹത്തിനുണ്ട്. എന്താണ് അദ്ദേഹം ആഗ്രഹം എന്ന കാര്യത്തിൽ ഒന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം പ്രധാനമായും ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി കാൻഡിഡേറ്റായി പോലും ഉയർത്തിക്കാട്ടാവുന്ന മുഖമാണ് തരൂറെന്ന് പല വിലയിരുത്തലും നേരത്തെ വന്നിരുന്നു. അതിൽ നിന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ അടുപ്പിക്കുന്നില്ല. കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ ഒരു ഡസനോളം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്. അതിനൊപ്പം തരൂറിനെ കൂടി ചേർക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു മത്സരത്തിൽ ഭരണം കിട്ടിയാൽ തന്നെ അങ്ങനെ ഒരു മത്സരത്തിലേക്ക് തരൂർ എന്നൊരു പേര് കൂടി കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ തരൂറിനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും അവഗണിക്കുകയാണ് ഇവിടുത്തെ നേതൃത്വം എന്നൊരു വിമർശനമാണ്, അതൃപ്തിയാണ് അദ്ദേഹത്തിനുള്ളത്. അതുപോലെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ അവിടെയും കാര്യമായ റോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ കഴിഞ്ഞ ശേഷം സോണിയാഗാന്ധിയും കഴിഞ്ഞ ശേഷമുള്ള റോൾ പോലും അദ്ദേഹത്തിന് അവിടെ ലഭിക്കുന്നില്ല. അദ്ദേഹത്തിന് പ്രധാന ചുമതലകളൊന്നും
പാർട്ടി ഏൽപ്പിക്കുന്നതെന്ന അതൃപ്തി അദ്ദേഹത്തിനുണ്ട്. അതിനിടയിലാണ് ഈ CPM പോലത്തെ അദ്ദേഹത്തിന് അവസരം കിട്ടിയത്. അദ്ദേഹം അത് കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തു. അത് CPM-നോടുള്ള മമതയോ CPM വ്യവസായ നയത്തോടുള്ള അമിതമായ പ്രതിപത്തിയോ ഒന്നുമല്ല, കോൺഗ്രസിനോടുള്ള ഈ കടുത്ത എതിർപ്പ് തന്നെയാണ്, അതൃപ്തി തന്നെയാണ് അദ്ദേഹം അതിലൂടെ പ്രകടിപ്പിച്ചത്. തീർച്ചയായും തരൂരിനെ എങ്ങനെ മെരുക്കുമെന്നുള്ളതാണ് ഇനി കോൺഗ്രസ് തലപുകഞ്ഞാലോചിക്കുന്നത്. തന്റെ പ്രസ്താവനകളുമായി തന്റെ നിലപാടുമായി തരൂർ മുന്നോട്ട് പോയാൽ അത് ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലാക്കുക കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ തന്നെ ആയിരിക്കും. യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അരുണിലേക്ക് ഒരിക്കൽ കൂടി വരണം. മുണ്ടക്കൈ ദുരന്ത പശ്ചാത്തലത്തിൽ കേന്ദ്ര വായ്പയിൽ പദ്ധതികളുടെ DPR ഇന്ന് വിവിധ വകുപ്പുകൾ സർക്കാരിന് കൈമാറുന്ന പദ്ധതികൾക്ക് നാളെ തന്നെ ഭരണാനുമതി നൽകിയേക്കും. വയനാട് പുനർനിർമ്മാണത്തിനുള്ള കേന്ദ്ര വായ്പാ പദ്ധതികൾ ഡെപ്പോസിറ്റ് സ്കീം പ്രകാരം നടപ്പിലാക്കും. ഗുണഭോക്തൃ പട്ടികയുടെ 2ാം ഘട്ടം ഉടൻ പ്രസിദ്ധീകരിക്കും. ഇതിനിടെ വയനാട് പുനരധിവാസം ചെലവ് പുനഃപരിശോധിക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കെട്ടിടങ്ങൾക്ക് ചെലവാകുന്ന തുക പുനഃപരിശോധിക്കാൻ കിഫ്കോണിനോട് ആവശ്യപ്പെടും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടത്തിയ ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനങ്ങൾ എല്ലാം. VV അരുൺ തുടരുന്നുണ്ട്. അരുണ്, പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക, അതായത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന മാർച്ച് 31-നകം ഈ പരിപാടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ വായ്പ അനുവദിച്ചിരിക്കുന്ന പണം കേന്ദ്രം അനുവദിക്കുകയുള്ളൂ. നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്കാണ് പണം നൽകുക എന്ന കർശന നിർദ്ദേശമാണ്. അതിലെന്തൊക്കെ നടപടികളാണ് ഇന്നലത്തെ യോഗം കൈക്കൊണ്ടിരിക്കുന്നത്? ഇതുവരെ മന്ദഗതിയിലായിരുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേഗം വെക്കുകയാണോ? ഭൂമി ഏറ്റെടുക്കൽ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അവിടെ അതിനുള്ള നടപടികളാണ് സർക്കാർ ത്വരിതപ്പെടുത്തുന്നത്. ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ വർഷം 2025 തന്നെ വയനാട് ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാക്കാമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. അതിനുള്ള നടപടികളാണ്, അവലോകനമാണ് കൃത്യമായ ഇടവേളകളിൽ ചേരുന്നത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷയായി ഒരു സമിതിയെ ഇന്നലെ സർക്കാർ നിയോഗിച്ചിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ അവലോകന യോഗം ചേർന്നത്. അതിലാണ് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് സർക്കാർ പോകുന്നത്. കേന്ദ്ര വായ്പ കേന്ദ്രം അനുവദിച്ച വായ്പ അത് 31-ാം തീയതിക്കുള്ളിൽ മാർച്ച് 30-ന് വിനിയോഗിക്കണമെങ്കിൽ പോലും അതിന് കൃത്യമായ ഒരു സമയപരിധി കേന്ദ്രം കൊണ്ടുവന്ന പശ്ചാത്തലത്തിൽ അതിന് മുൻഗണന നിശ്ചയിക്കും. 16 പദ്ധതികളിലായാണ് കേന്ദ്രം പണം അനുവദിച്ചത്. അത് ഏത് തരത്തിൽ വിനിയോഗിക്കാമെന്നതിന്റെ ചർച്ചകളാണ് പ്രധാനമായും ഇന്നലെ നടന്നത്. കേന്ദ്രത്തോട് സമയം നീട്ടി ചോദിക്കാൻ സംസ്ഥാനം ആവശ്യപ്പെട്ടു. അതിനപ്പുറത്തേക്ക് ഈ ഗുണഭോക്തൃ പട്ടികയുടെ 2ാം ഘട്ടം ഉടൻ പ്രസിദ്ധീകരിക്കും. ആദ്യം പൂർണ്ണമായും ഈ വീട് നഷ്ടപ്പെട്ട ആളുകളെയാണ് ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പിന്നീട് വീട് അവിടെ ഉണ്ട്, പക്ഷേ അവിടെ താമസിക്കാൻ കഴിയില്ല. ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി കണ്ടെത്തിയ താമസയോഗ്യമല്ലാത്ത സ്ഥലമുണ്ട്. അവിടെ വീടുകളിലുണ്ട്. അവിടെ നോ ഗോ സോണായാണ് അന്ന് ഈ ഭൗമശാസ്ത്ര വിദഗ്ധർ ആ സ്ഥലത്തെ കണ്ടെത്തിയത്. ആ നോ ഗോ സോണിൽ താമസിക്കുന്നവർക്ക് കൂടി ഉൾപ്പെടുത്തി 2ാം ഘട്ട പട്ടിക പ്രസിദ്ധീകരിക്കും. അവിടെ അവർക്ക് ടൗൺഷിപ്പിൽ ഈ ഗുണഭോക്തൃ പട്ടിക വരുന്നത് ടൗൺഷിപ്പിൽ താമസിക്കാൻ താല്പര്യമുള്ളവരുടെ ഒരു ലിസ്റ്റ് കൂടി എടുക്കും. അല്ലാത്തവർക്ക് മറ്റ് സാമ്പത്തിക സഹായം നൽകി അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് അവർ സ്വയം മാറി താമസിക്കാനുള്ള അവസരവും നൽകും. ഓരോ പദ്ധതിയുടെ നിർവഹണ ചുമതല ഓരോ വകുപ്പുകൾ കൈമാറാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. വയനാട് പുനർനിർമ്മാണത്തിന്റെ കേന്ദ്ര വായ്പ പദ്ധതികൾ ഈ ഡെപ്പോസിറ്റ് സ്കീം പ്രകാരം നടപ്പാക്കാനാണ് പ്രധാനമായും സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഈ ഇന്നലത്തെ യോഗത്തിലുമൊക്കെ നടന്നത്. ഏതായാലും വളരെ വേഗത്തിൽ പുനർനിർമ്മാണ പ്രക്രിയയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം. ഭൂമി ഏറ്റെടുക്കൽ അതിന് തടസ്സങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ വളരെ വേഗം ഇത് സാധ്യമാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും സർക്കാർ കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഒപ്പം ഈ ചെലവുകൾ കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട അരുണ് ചില ആശങ്കകൾ ഉയർന്നിരുന്നു. കാരണം കെട്ടിട നിർമ്മാണത്തിനടക്കം ഉള്ള ചിലവുകൾ വർധനവുണ്ട്. അത് പുനഃപരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി കിഫ്കോണോട് ആവശ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. അത് ഈ സന്നദ്ധ സംഘടനകൾ വീട് നിർമ്മിക്കാമെന്ന് പറഞ്ഞിരുന്ന വാഗ്ദാനം നൽകിയ സംഘടനകൾ പോലും ചൂണ്ടിക്കാട്ടിയ പ്രശ്നമാണ്. അതിലും ഒരു തീരുമാനം ഉണ്ടാകുന്നു എന്നുള്ളതാണോ? തീർച്ചയായിട്ടും 15 ലക്ഷം രൂപയൊക്കെ ആയിരുന്നു ഒരു വീടിന് ഈ സ്പോൺസർമാർ ആദ്യം കണക്ക് കൂട്ടിയിരുന്ന തുക. അത് 20 ലക്ഷം വരെ ആകാം എന്ന് പറയും. പക്ഷേ കിഫ്കോൺ സമർപ്പിച്ച വിശദമായ പദ്ധതി റിപ്പോർട്ട് അത് 33 ലക്ഷം രൂപ, പിന്നീട് GST ഉൾപ്പെടെ 33 ലക്ഷം രൂപയോളം ആകുമെന്നാണ് പറഞ്ഞത്. അന്ന് ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള സ്പോൺസർമാർ, അതായത് 50 വീടിന് മുകളിൽ സ്പോൺസർ ചെയ്ത ഡിവൈഎഫ്ഐയും മുസ്ലിം ലീഗും അടക്കമുള്ള രാഷ്ട്രീയ യുവജന സംഘടനകൾ ഇത് തുക കൂടിപ്പോയി. പ്രതിപക്ഷ നേതാവും അത്ര ഒരു വിമർശനം അന്ന് സംശയം പ്രകടിപ്പിച്ചു. ഇത് 33 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ തുകയാണ്, അത് സാധ്യമാകുമോ, അത്രയും തുക വേണ്ടിവരുമോ എന്ന സംശയം പ്രകടിപ്പിച്ചിരുന്നു. അന്ന് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അത്രയും വേണ്ടിവരുമെന്നൊരു കണക്കാണ് നൽകുന്നത്, പിന്നീട് പരിശോധിക്കാമെന്ന് പറഞ്ഞു. ഇന്നലത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി കിഫ്കോണിനോട് ആ തുകയിൽ കുറവ് വരുത്താനാകുമോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. കാരണം ഈ
തുക കൂടിയത് കൊണ്ട് തന്നെ ആരെങ്കിലും ഇത് പിന്മാറിയാലോ അല്ലെങ്കിൽ ഈ നിർമ്മിക്കുന്ന വീടുകളുടെ യൂണിറ്റുകളുടെ എണ്ണം കുറഞ്ഞാലോ സർക്കാരിന് അത് അധിക ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ചെലവ് കുറയ്ക്കാൻ ഏതൊക്കെ രീതിയിൽ ചെലവ് കുറയ്ക്കാനാകുമെന്നൊരു പ്രപ്പോസൽ സമർപ്പിക്കാനാണ് കിഫ്കോണോട് ഇന്നലെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. അങ്ങനെ വരുമ്പോൾ ഈ സ്പോൺസർമാർക്ക് ഒരുപക്ഷെ 10 വീട് നൽകാൻ തയ്യാറായവർക്ക് 2 വീട് കൂടി നൽകാനാകും. 100 എന്നുള്ളത് വീണ്ടും എണ്ണം കൂട്ടാനാകും. ഈ തുക കുറഞ്ഞാൽ കൂടുതൽ വീട് നൽകാൻ സ്പോൺസർമാർ തയ്യാറുമാണ്. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് എല്ലാ അപ്രായോഗികമായ കാര്യങ്ങളും മാറ്റി പ്രായോഗികമായി മാറ്റുക, തടസ്സങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇതിൽ പിന്നിലുള്ളത്. ഈ സർക്കാരിന്റെ ഒരു അഭിമാന പദ്ധതിയായി കൂടി ഇടത് സർക്കാർ കാണുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകും മുമ്പ് തന്നെ വയനാട് പുനരധിവാസം പൂർത്തിയാക്കണം എന്നൊരു വാശി അല്ലെങ്കിൽ അത്തരമൊരു ലക്ഷ്യം സർക്കാരിനുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്തരം നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത്. കൃത്യമായ ഇടവേളകളിൽ ഈ അവലോകന യോഗങ്ങൾ ചേരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മന്ത്രിസഭ ഓരോ ഘട്ടത്തിലും തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഈ ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതിക്ക് അതിന്റെ മേൽനോട്ടത്തിന് ചുമതല നൽകിയിട്ടുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട സർക്കാർ നടപടികൾക്ക് വേഗം കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശാ വർക്കർമാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സമരം അത് പലരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ രാപ്പകലില്ലാതെ സെക്രട്ടേറിയറ്റ് പടിക്കലാണ്. ഇതിനു മുൻപ് ഇത്തരം നിരവധി സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സർക്കാരുകൾ മുട്ടുമടക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ പിന്തുണ ഈ സമരത്തിന് ഏറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട്. കാരണം അവരുടെയൊക്കെ വാക്കുകൾ, അവർ സർക്കാരിനെതിരെ പാർട്ടിക്കെതിരെ പറയുന്ന വാക്കുകൾ പലരുടെയും നെഞ്ചിൽ തറയ്ക്കുന്നുണ്ട്. ഈ സമരം 9ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് മറ്റന്നാൾ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആശാ വർക്കർമാർ പങ്കെടുക്കുന്ന മഹാസംഗമം സംഘടിപ്പിക്കാനാണ് തീരുമാനം. എന്നിട്ടും അനുകൂല നിലപാട് ഉണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന മുന്നറിയിപ്പും സമരക്കാർ നൽകുന്നുണ്ട്. സമരത്തിന് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണയും ഏറുകയാണ്. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, സർക്കാരുമായി അവരത്ര സുഖത്തിലല്ല. കാരണം ധനമന്ത്രിയും മറ്റും അവർക്കെതിരെ പറഞ്ഞു എന്നൊരു ഫീൽ അവർക്കുണ്ട്. ആരോഗ്യമന്ത്രി പറയുന്നത് ഏറ്റവും കൂടുതൽ ഓണറേറിയം അടക്കം നൽകുന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് കൂടി വിശ്വാസയോഗ്യമായ ഒരു പരിഹാര ഫോർമുല അതുണ്ടാക്കുക സർക്കാരിൻ്റെ കടമയാണ്. കാരണം അവരും സമൂഹത്തിൽ ജീവിച്ചു പോകേണ്ട താഴേക്കിടയിലുള്ള ഒരു വലിയ സമൂഹമാണ്. എന്താണ് സർക്കാരിൻ്റെ മുന്നിലുള്ള വഴി? എന്താണ് സർക്കാർ എന്തെങ്കിലും തരത്തിൽ ഇവരുമായി സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ടോ? ഇതുവരെ അത്തരം ചർച്ചകൾക്കുള്ള വഴി സർക്കാർ തുറന്നിട്ടില്ല. ചർച്ചയാകാമെന്ന് പറയുമ്പോഴും എപ്പോഴാണ്, എങ്ങനെയാണ്? ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആശാവർക്കർമാർ ചൂണ്ടിക്കാട്ടുന്നത് ചർച്ച ആകാമെന്ന് പറഞ്ഞാൽ പോരാ, ചർച്ചയ്ക്ക് വിളിച്ചാൽ പോരാ. ചർച്ചയ്ക്ക് വരുമ്പോൾ ഈ പ്രശ്നപരിഹാരത്തിന് കൃത്യമായ ഫോർമുല സർക്കാരിന്റെ പക്കലുണ്ടാകണം. ഒരു തവണ ആരോഗ്യമന്ത്രി വീണ ജോർജ് സമരക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു വ്യക്തമായ ഒരു രൂപരേഖ അവരുടെ പക്കലില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും കേട്ട ശേഷം ധനവകുപ്പുമായി ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞ ചർച്ച അലസിപ്പിരിയുകയായിരുന്നു. അവിടെയാണ് സമരക്കാർ വീണ്ടും പ്രകോപിതരായത്. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് എന്തിന് യോഗം വിളിച്ചു. കൃത്യമായ പരിഹാര മാർഗം നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ മാത്രം ആരോഗ്യമന്ത്രി ഇടപെട്ടാൽ മതി, അതിനുശേഷം മാത്രം ചർച്ച മതി, അല്ല ചർച്ചാ പ്രഹസനം വേണ്ട എന്ന നിലപാടാണ് സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് സർക്കാരിനും ഈ ധനവകുപ്പിന്റെ അനുമതി എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ആരോഗ്യവകുപ്പിനും ഈ തുക അനുവദിക്കുന്ന ഓണറേറിയം കൂട്ടേണ്ടത് 24 രൂപയാക്കണമെന്ന ആവശ്യം, അത് എത്ര ആക്കണമെങ്കിലും അത് തീരുമാനമെടുക്കേണ്ടത് ധനവകുപ്പാണ്. സർക്കാരിന്റെ ഭരണപരമായ ഇടതുമുണ്ട് രാഷ്ട്രീയമായ തീരുമാനം അതിൽ വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്നാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവുന്നത് വ്യക്തമല്ല. പക്ഷേ സമരം ഓരോ ദിവസവും ശക്തിപ്പെടുകയാണ്. സമരക്കാർ ഒരു തരത്തിൽ വിട്ടുവീഴ്ചയ്ക്കും പൂർണ്ണമായ അവകാശങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ അവിടെ നിന്ന് പിന്നിൽ മാറില്ല എന്ന കടുത്ത നിലപാടിലാണ്. 20ാം തീയതി മറ്റന്നാൾ മഹാസംഗമം എന്ന പേരിൽ അവർ കേരളത്തിലെ മുഴുവൻ ആശാ വർക്കർമാരെയും അണിനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനം സെക്രട്ടേറിയറ്റ്, ഇപ്പോൾ അവിടെ ഒരു രാപകൽ സമരമാണ്. അതിന് അപ്പുറത്തേക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയൊരു മാർച്ചിന് അവർ സന്നദ്ധരാകുകയാണ്, അല്ലെങ്കിൽ അവർ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അവിടം കൊണ്ടും തീർന്നില്ലെങ്കിൽ സമരം മറ്റു വഴികളിലേക്ക് മാറ്റാൻ അവർ ആലോചിക്കുന്നു. അതെന്താണെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും സമരത്തിന് വലിയ പിന്തുണ ഏറുന്നു. രാഷ്ട്രീയ നേതാക്കൾ പലരും അവരെ സന്ദർശിക്കുന്നു. ഇന്നലെ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരെത്തിയിരുന്നു, നേതാക്കളെത്തിയിരുന്നു. ബിന്ദു കൃഷ്ണ കോൺഗ്രസ് നേതാവ് സമരപ്പന്തലിലെത്തിയിരുന്നു. അങ്ങനെ ഓരോ ദിവസവും SUCA പോലുള്ള സംഘടനകളാണ് ഈ സമരത്തിന് ഒരു പരിധിവരെ, രാഷ്ട്രീയമെന്ന് പറയുമ്പോഴും അവരാണ് അതിന് ഒരു കോർഡിനേഷൻ നടത്തുന്നത്. അങ്ങനെ ഓരോ ദിവസവും സാമൂഹ്യ പിന്തുണ ഏറുകയാണ്. അവരുടെ സമരപ്പന്തലിലേക്ക് ആഹാരവുമായും വെള്ളവുമായും ഒക്കെ വരുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസവും കൂടും. നമ്മൾ സെക്രട്ടറി സമരം കണ്ടിട്ടുള്ളതാണ് അത്തരത്തിലൊരു പൊതുസമൂഹം സമരങ്ങൾ ഏറ്റെടുക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് ആശാ വർക്കർമാരുടെ സമരവും മാറുന്നു. തീർച്ചയായിട്ടും സർക്കാരിന് അതൊരു വലിയ വെല്ലുവിളിയായി തന്നെ മാറുകയാണ് ഓരോ ദിവസവും.
അതാണ് സാഹചര്യം. ഏതായാലും സർക്കാർ കണ്ണടയ്ക്കരുത്. ആശാ വർക്കർമാരുടെ നീതി വേണം. അവർ ആവശ്യം ഉന്നയിക്കുകയാണ്. അവരും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ്, ജീവിക്കാൻ അവകാശങ്ങളുള്ളവരാണ്. അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി സൃഷ്ടിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ്. ഏതായാലും സമരത്തിന് പിന്തുണയേറുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്റെ കരടിന് അന്തിമരൂപം നൽകാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. എറണാകുളം സംസ്ഥാന സമ്മേളനത്തിന് ശേഷമുള്ള രാഷ്ട്രീയ സംഘടനാ സാഹചര്യങ്ങളാകും റിപ്പോർട്ടിൽ പരാമർശിക്കുക. വ്യാഴാഴ്ച ചേരുന്ന സംസ്ഥാന സമിതി കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകും. നാളത്തെ ഇടതുമുന്നണി യോഗത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. ബ്രൂവറി വരുന്ന എലപ്പുള്ളി പഞ്ചായത്തിൽ ഉൾപ്പെട്ട അഹല്യ ക്യാമ്പസിൽ സന്ദർശനം നടത്തി മന്ത്രി MB രാജേഷ്. 33 കോടി ലിറ്റർ വെള്ളം ഇവിടെ സംഭരിക്കുന്നുണ്ടെന്നും മുൻ പ്രതിപക്ഷ നേതാവും ഇവിടം സന്ദർശിക്കണമെന്നും MB രാജേഷ് പറഞ്ഞു. അഹല്യ ക്യാമ്പസിൽ ഏകദേശം 33 കോടി ലിറ്റർ ശേഷിയുള്ള 15 മഴവെള്ള സംഭരണ തടാകങ്ങളുണ്ട്. 1.5 കോടി ലിറ്റർ മുതൽ 7.5 കോടി ലിറ്റർ ജലം സംഭരിക്കാൻ ശേഷിയുള്ള 15 ജലസംഭരണികളാണിവ. 7 ഏക്കർ സ്ഥലത്താണ് ഈ ജലസംഭരണികൾ നിൽക്കുന്നത്. ഈ മാതൃക തന്നെ എലപ്പുള്ളിയിൽ വരുന്ന ബ്രൂവറിയും സ്വീകരിക്കുമെന്ന് MB രാജേഷ് പറഞ്ഞു. 3 ലേക്ക് മാത്രമാണ് നമ്മൾ കണ്ടത്. അത്തരത്തിലുള്ള 15 ലേക്കുകളാണ് കൃത്രിമമായി അഹല്യയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. 1.5 കോടി മുതൽ 7.5 കോടി വരെ ലിറ്ററാണ് സംഭരണശേഷി. ഒരു വലിയ ടൗൺഷിപ്പിന് ആവശ്യമായ അത്രയും വെള്ളം മഴവെള്ള സംഭരണിയിലൂടെ ഉത്പാദിപ്പിക്കുന്നു, ഉണ്ടാക്കും. ഇവിടെ മഴനിഴൽ പ്രദേശമാണെന്ന് പറയുന്ന VD സതീശന്റെ വാദം തെറ്റാണെന്നും MB രാജേഷ് ആരോപിച്ചു. പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും സ്ഥലം സന്ദർശിക്കണമെന്നും MB രാജേഷ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഒരു നല്ല കാര്യം നമ്മുടെ നാട്ടിൽ നടന്നാൽ അവാസ്തവം പറഞ്ഞിട്ട് അതിനെ എതിർക്കുക, മുടക്കുക എന്നൊരു സമീപനമല്ലേ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. ഇനി ആരെങ്കിലും വാസ്തവം പറഞ്ഞാലോ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയോ ഒറ്റപ്പെടുത്തുകയും ചെയ്യാം. ന്യൂസ് 18 പാലക്കാട്. തൃശൂർ അതിരപ്പള്ളിയിൽ മുറിവേറ്റ കൊമ്പന് ചികിത്സ നൽകാനുള്ള ദൗത്യം ഇന്ന് ആരംഭിക്കും. ഇതിനു മുന്നോടിയായി വയനാട്ടിൽ നിന്നും 3 കുംകി ആനകളെയും അതിരപ്പള്ളിയിൽ എത്തിച്ചു. കോടനാട്ടെ അഭയാരണ്യത്തിൽ മുറിവേറ്റ കൊമ്പനെ ചികിത്സ നൽകി പാർപ്പിക്കുന്നതിനുള്ള കൂട് നിർമ്മാണം ഇന്ന് ഉച്ചയോടെ പൂർത്തിയാകും. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഈ ആനയുടെ ആരോഗ്യനിലയാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇനിയൊരു മയക്കുവടി കിട്ടാനുള്ള അല്ലെങ്കിൽ മയക്കുവടി ഏൽക്കാനുള്ള ആരോഗ്യമുണ്ടോ എന്നുള്ളത് പ്രശ്നമാണ്. ഒപ്പം കുംകി ആനകളുടെ സാന്നിധ്യമുണ്ട്. എന്തൊക്കെയാണ് വനംവകുപ്പിന്റെ നടപടികൾ? രഞ്ജിത്ത്, ഈ ആനയ്ക്ക് ചികിത്സ നൽകുക എന്ന ആ ഒരു പദ്ധതിയുമായിട്ട് വനംവകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ആരോഗ്യാവസ്ഥ തന്നെയാണ്. നമുക്കറിയാം, ഏതാണ്ട് ഒരു 2 ആഴ്ച മുൻപ് ഇതിന് ചികിത്സ നൽകി കാട്ടിലേക്ക് വിട്ടയക്കുന്ന രീതിയെല്ലാമായിരുന്നു. ബട്ട് ഇനിയും ഒരു മയക്കുവെടിയെ അതിനെ അതിജീവിക്കുവാനുള്ള ഒരു ആരോഗ്യം ഇതിനുണ്ടോ, ഈ ആനയ്ക്കുണ്ടോ എന്ന കാര്യത്തിൽ എല്ലാവർക്കും തന്നെ സംശയമുണ്ട്. എന്തായാലും ഇപ്പോഴുള്ള ഒരു തീരുമാനമനുസരിച്ച് ആനയ്ക്ക് ചികിത്സ നൽകാൻ തന്നെയാണ് തീരുമാനം. അതിന് അനുവർത്തിക്കുന്നത് സ്വാഭാവികമായും മയക്കുവെടി വെച്ച് പിന്നീട് കുങ്കി ആനകൾ ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കുക, പിന്നീട് ഈ കോടനാട് അഭയാരണ്യത്തിലേക്ക് കൊണ്ടുപോവുക എന്നതെല്ലാം തന്നെയാണ്. അതിനനുസരിച്ചുള്ള പദ്ധതികൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വയനാട് നിന്ന് 3 കുങ്കി ആനകൾ ഇവിടേക്ക് എത്തിച്ചു. കോന്നി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ വിക്രമും കുഞ്ഞുവും അടങ്ങുന്ന 3 കുങ്കി ആനകൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ അവയെ പ്രത്യേകം മേഖലയിലേക്ക് അവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ് എല്ലാം ഉള്ള ഒരു കവചം തീർത്ത ആ ഭാഗത്താണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം. അതോടൊപ്പം തന്നെ മറ്റ് ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു. ഇവിടെ കോടനാട് അഭയാരണ്യത്തിൽ ഈ ആനയെ പിടികൂടിയാൽ അവിടെ എത്തിക്കേണ്ടതുണ്ട്. അവിടെ എത്തിച്ച് ചികിത്സ നൽകുന്നുണ്ടെങ്കിൽ അതിനൊരു സംവിധാനം വേണം. അതിന് ആനക്കൂട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ തയ്യാറാകേണ്ടതുണ്ട്. നേരത്തെ അരിക്കൊമ്പനെ പിടികൂടുന്ന സമയത്ത് കോടനാടേക്ക് കൊണ്ടുവരാനുള്ളൊരു സാധ്യത കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുക്കിയ കൂട് അത് ഇപ്പോൾ വേണ്ടത്ര ഒരു ഫലമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടത്തിയ പരിശോധനയിൽ അതിൻ്റെ ഒരു ബലക്ഷയം ബോധ്യമായതിനെ തുടർന്ന് പുതുത് നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി ഏതാണ്ട് 100-ലധികം യൂക്കാലിപ്സ് വലിയ തടികൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആ സമയത്ത് പൂർത്തിയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഒരു പരിശോധനയും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കും.
ചീഫ് വെറ്ററിനറി സർജനായ ഡോക്ടർ അരുൺ സക്രിയ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി അദ്ദേഹം എത്തി. ഇന്ന് ആ കൂട പരിശോധിക്കുക, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗതിയും എല്ലാം തന്നെ അദ്ദേഹം വിലയിരുത്തും. അതിനുശേഷം ഇവിടേക്ക് എത്തും. ആതിരപ്പള്ളി മേഖലയിലേക്ക് ഇവിടെ എത്തുകയും ആനയെ നിരീക്ഷിക്കുന്നതിനടക്കം ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നലെ എല്ലാം തന്നെ ആനയെ പ്രദേശത്തും എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനെ നിരീക്ഷിക്കാൻ വനപാലകരുടെ ഒരു സംഘം അതിനെ പിന്തുടരുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ ഉച്ച കഴിഞ്ഞതോടെ ആന വീണ്ടും ഈ വനത്തിലേക്ക് കയറി പോവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ സമയം വരെയും അതിനെ ഒരു നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നതാണ് ഒടുവിൽ ലഭ്യമാവുന്ന വിവരം. അതിനെ വേണ്ടി ജനവാസ മേഖലയിലോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ അത് ഇറങ്ങി വരുന്ന ഈ നീർച്ചോലയോടെ എല്ലാം ചേർന്നുള്ള പ്രദേശങ്ങളുണ്ട്. അവിടങ്ങളിലെല്ലാം തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയം അത്രയും അങ്ങനെ ഒരു ആളുകളുടെ നിരീക്ഷണത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. അതിനുവേണ്ടിയുള്ള ഒരു ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്നറിയാനുള്ളൊരു പരിശോധനയും കാര്യങ്ങളും ഏതായാലും ഇപ്പോഴും തന്നെ തുടരുകയാണ്. അത് ആനയെ നിരീക്ഷിക്കുക, അതിന് ശേഷം അതിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി കണക്കിലെടുക്കുക, അതിനുശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു ദൗത്യത്തിലേക്ക് കടക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ ആനയ്ക്ക് ഇന്ന് മയക്കുവെടി വയ്ക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിലെല്ലാം തന്നെ അന്തിമ തീരുമാനമെടുക്കുന്നത് ഡോക്ടർ അരുൺ സക്രിയ ആയിരിക്കും. അദ്ദേഹം ആനയുടെ ഒരു ആരോഗ്യസ്ഥിതി, അതോടൊപ്പം തന്നെ ഇന്ന് അതിനെ മയക്കുവെടി വെച്ചാൽ ഇന്ന് തന്നെ അഭയാരണ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ, അതിൻ്റെ ഒരു പൂർണ്ണത, ഇതെല്ലാം തന്നെ നോക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ വൈകുന്നേരത്തിന് മുമ്പ് അത് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചായിരിക്കും ഒരുപക്ഷെ പൂർണ്ണ നിരീക്ഷണത്തിലേക്ക് ആനയെ കൊണ്ടുവന്ന ശേഷം ഒരുപക്ഷെ നാളെ രാവിലെയോടുകൂടിയായിരിക്കും അത്തരമൊരു ദൗത്യത്തിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയുള്ളൂ. വാഴച്ചാൽ DFOയുടെ നേതൃത്വത്തിലടക്കമുള്ള വനപാലകരുടെ ഒരു വലിയ സംഘമെല്ലാം തന്നെ ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ അതിൻ്റെ പൂർണ്ണ തോതിൽ അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയോടുകൂടി ഈ പ്രൊജക്റ്റ് ഓൺ എന്ന് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത, ഡാനി പോലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും കുംകി ആനകൾ അവിടെയുണ്ട്, ആനക്കൂടും തയ്യാറായി വരുന്നു. ഇനി ഇവനെ മയക്കുവെടി വെക്കുക, ചികിത്സ നൽകുക, അതാണ് വനം വകുപ്പിന്റെ ലക്ഷ്യം. തിരിച്ചു വരാം കൂടുതൽ വാർത്തകളുമായി ഇടവേളയ്ക്ക് ശേഷം. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോ ആന്റണി റിമാൻഡിൽ. അന്വേഷണ സംഘം പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകി. ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അപേക്ഷ നാളെ പരിഗണിക്കും. കൊള്ള നടത്തിയത് കടം വീട്ടാനെന്ന് പ്രതി റിജോ ആന്റണി. മോഷ്ടിച്ച പണത്തിൽ നിന്ന് 3 ലക്ഷം രൂപയെടുത്ത് കടം വീട്ടിയതായും പ്രതി മൊഴി നൽകി. പണം സ്വീകരിച്ച ആൾ പോലീസിന് 2.9 ലക്ഷം രൂപ തിരികെ നൽകി. റിജോ അറസ്റ്റിലായ വിവരം അറിഞ്ഞാണ് അന്നനാട് സ്വദേശി പണം തിരികെ നൽകിയത്. 12 ലക്ഷം രൂപ റിജോയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ മേലുദ്യോഗസ്ഥൻ ജാതീയമായി അപമാനിച്ചുവെന്ന് പരാതി. റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജറാണ് പരാതി നൽകിയത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എറണാകുളം റീജിയണൽ ഓഫീസ് DGM നിതീഷ് കുമാർ സിൻഹ, AGM കശ്മീർ സിംഗ് എന്നിവരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ജാതി അധിക്ഷേപ പരാതിയിൽ വിശദീകരണവുമായി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. ബാങ്കിനുള്ളിലെ ഏതെങ്കിലും അംഗീകൃത യൂണിയനിൽ നിന്നോ ഓഫീസേഴ്സ് അസോസിയേഷനിൽ നിന്നോ SC/ST എംപ്ലോയീസ് അസോസിയേഷനിൽ നിന്നോ പരാതി ലഭിച്ചിട്ടില്ലെന്ന് വിശദീകരണം. ചില വ്യക്തികളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരാതിയെന്നും ബാങ്കിന്റെ മറുപടി. പാലക്കാട് തൃത്താലയിൽ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങളുമായി ആന എഴുന്നള്ളിപ്പ്. തൃത്താലയിൽ നടന്ന ദേശോത്സവത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിലാണ് നേതാക്കളായ ഇസ്മയിൽ ഹനിയെ, യഹ്യ സിൻവാർ എന്നിവരുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത്. ഹമാസ് നേതാക്കളുടെ ചിത്രം ഉപയോഗിച്ച് ആന എഴുന്നള്ളിപ്പ് നടത്തിയത് ബോധപൂർവമെന്ന് ഹിന്ദു ഐക്യവേദി. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബുവിന്റെ പ്രതികരണം. പത്തനംതിട്ട പെരുന്നാട് ജിതിൻ കൊലപാതകത്തിൽ എല്ലാ പ്രതികളും പിടിയിൽ. മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. നൂറനാട് നിന്നാണ് പ്രതികളെ പിടികൂടിയത്. പാതിവില തട്ടിപ്പ് കേസിൽ അനന്തുകൃഷ്ണൻ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ. 2 ദിവസത്തേക്കാണ് മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ നൽകിയത്. 21 അക്കൌണ്ടുകളിലൂടെ അനന്തുകൃഷ്ണന്റെ വിവിധ അക്കൌണ്ടുകളിലേക്ക് വന്നത് 143.5 കോടി രൂപയെന്ന് ക്രൈംബ്രാഞ്ച്. കണ്ണൂരിൽ പാതിവില തട്ടിപ്പിനിരയായവരുടെ പ്രതിഷേധം. മുഖ്യപ്രതിയായ പ്രൊമോട്ടർ മോഹനെയും മറ്റു പ്രൊമോട്ടർമാരെയും സംരക്ഷിക്കുന്ന പോലീസ് നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സീഡ് വുമൺ ഓൺ ഫയറിന്റെ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത പ്രൊമോട്ടർമാരുടെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകളുമായിട്ടായിരുന്നു പ്രതിഷേധം.
യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനെന്ന് പോലീസ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് ദുരുദ്ദേശത്തോടെയെന്ന് വ്യക്തമാക്കി കുറ്റപത്രം തയ്യാറാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ നടി പീഡനം വെളിപ്പെടുത്തിയിരുന്നതിന് സാക്ഷികളുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ ഹാജരായി. ആനയുടെ ഉടമ എന്ന നിലയിൽ അതിന്റെ പരിപാലനവും സുരക്ഷയും ഗുരുവായൂർ ദേവസ്വത്തിന്റെ കടമയാണെന്ന് കോടതി വ്യക്തമാക്കി. ആനകളെ വിശ്രമമില്ലാതെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയതായും രേഖകളിൽ നിന്ന് വ്യക്തം. ഉത്സവത്തിൽ പങ്കെടുത്ത കാനഡയിലെ ടൊറന്റോ പിയേഴ്സൺ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഡെൽറ്റ എയർലൈൻസ് വിമാനം ലാൻഡിങ്ങിനിടെ തലകീഴായി മറിഞ്ഞു. 18 യാത്രക്കാർക്ക് പരിക്കേറ്റു. ഒരു കുട്ടിയടക്കം 3 പേരുടെ നില ഗുരുതരമാണ്. മോശം കാലാവസ്ഥയും മഞ്ഞുവീഴ്ചയും അപകടത്തിന് കാരണം എന്നാണ് വിലയിരുത്തൽ. The facts of the matter around this event that happened at approximately 2:30 p.m. is Delta Airlines Flight 4819 from Minneapolis to Toronto, operated by subsidiary Endeavour Air, was involved in a single aircraft accident upon landing at Toronto Pearson. The plane was carrying 4 crew and 76 passengers, among them 22 Canadians. The other passengers were multinational. Airport emergency workers mounted a textbook response, reaching the site within minutes and quickly evacuating the passengers. 17 injured passengers were quickly taken to local area hospitals. At this time, we do not know of any of those passengers having critical injuries. സജിമോൻ ആന്റണി വിവരങ്ങൾ പങ്കുവെക്കും. സജിമോന് 80ഓളം യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. എന്താണ് ലഭിക്കുന്ന വിവരം? 18 പേർക്ക് പരിക്ക് എന്നുള്ളത് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? യാത്രക്കാർ എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ സുരക്ഷിതരാണോ? തീർച്ചയായിട്ടും വളരെ വളരെ മോശം ഒരു ന്യൂസ് ആണ് ഇത്. എന്നാൽ ഇത് 5ാമത്തെ ഇൻസിഡന്റ് ആണ് കഴിഞ്ഞ 3 ആഴ്ചയിൽ. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, സ്റ്റാർട്ടിങ് തുടങ്ങിയത് വാഷിംഗ്ടൺ DC-യിലാണ്. അവിടുത്തെ ആ ആക്സിഡന്റിൽ 67 പേര് മരിച്ചു. അതിനുശേഷം പിന്നെ പെൻസിൽവേനിയയിൽ അവിടെ 7, പിന്നെ ഫ്ലോറിഡ അവിടെ 1, പിന്നെ അലാസ്കയിൽ 10. ഇത് 5ാമത്തെ ഇൻസിഡന്റ് ആയിട്ട് ഇവിടെ ടൊറന്റോയിൽ വന്നിരിക്കുന്നു. ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് ഇവിടെ ആർക്കും സോഫാർ ആളപായം ഉണ്ടായിട്ടില്ല. താങ്കൾ പറഞ്ഞു കൊടുക്കുക തന്നെ മൊത്തം 80 പേരായിരുന്നു ഈ ഫ്ലൈറ്റിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 76 പാസഞ്ചേഴ്സും 4 ക്രൂ മെമ്പേഴ്സും. വളരെയധികം കുഡോസ് അല്ലെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് ഫ്ലൈറ്റ് അറ്റൻഡൻസിനും അതുപോലെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിനും പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് ഈ 80 പാസഞ്ചേഴ്സും സീറ്റ് ബെൽറ്റിൽ ഹുക്ക് ചെയ്ത് അപ്സൈഡ് ഡൗൺ ആയിട്ട് കൂരിരുട്ടില് ഒരു സൈഡിൽ നിന്ന് പുകയും അതുപോലെ തീയും വരുന്ന സാഹചര്യത്തിൽ പോലും അവർ വളരെയധികം കോഷ്യസ് ആയിട്ട് ഈ 76 പാസഞ്ചേഴ്സെയും പുറത്തെടുക്കുകയും അതോടൊപ്പം തന്നെ അവരും എസ്കേപ്പ് അടിക്കുന്ന ആ ഒരു നല്ല വാർത്തയാണ് ഇതിനകത്തുള്ളത്. അനലിസ്റ്റുകൾ പറയുന്നത് ഈ ഒരു തരത്തിലുള്ള ഒരു ആക്സിഡന്റിനകത്ത് അവർ എക്സ്പെക്ട് ചെയ്തില്ല, ഇതിനും വലിയൊരു കാഷ്വാലിറ്റി ആയിരുന്നു. എന്നാൽ ദൈവകൃപയാൽ അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അനുസരിച്ച് 18 പേരാണ്. അതിൽ ഏകദേശം 3 പേരുടെ നില കുറച്ച് ഗുരുതരമാണ്, ഒരു പിഞ്ചുകുട്ടി ഉൾപ്പെടെ. ബാക്കിയുള്ളവർക്ക് നിസ്സാര പരിക്കുകളേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഈ 3 ആഴ്ച മുമ്പ് പറഞ്ഞ കണക്ക് തന്നെ വളരെയധികം നിരാശാജനകമാണ് എയർ ട്രാവൽസ്. ഈ 5 ആക്സിഡന്റും ഒന്നിനോട് സാമ്യപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ല അനലിസ്റ്റുകളുടെ അല്ലെങ്കിൽ എക്സ്പേർട്ടുകളുടെ അടിസ്ഥാനത്തിൽ. എന്നാൽ ഓരോരോ റീസൺ കാരണം ഇത് വരികയാണ്. അറിയാൻ കഴിയുന്നത് 40 മൈൽസിൽ വേഗത്തിൽ ശക്തമായ കാറ്റുണ്ടായിരുന്നു ഈ ഒരു ആക്സിഡന്റ് നടക്കുന്ന സമയത്ത്. അതോടൊപ്പം അതിശക്തമായ മഞ്ഞുവീഴ്ചയും ഉണ്ടായിരുന്നു. മഞ്ഞുവീഴ്ച ഈ ഒരു റീജിയനിൽ, പ്രത്യേകിച്ച് കാനഡ ടൊറന്റോ ഏരിയയിൽ അല്ലെ ന്യൂയോർക്ക്, ന്യൂജേഴ്സി, നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ വളരെയധികം ഒരു പുതിയ പ്രതിഭാസമല്ല, കോമൺ ആണ് ഈ ഒരു ഫെബ്രുവരിയുടെ സമയത്ത്. എന്നാൽ കാറ്റും അതിശക്തമായ കാറ്റും മഞ്ഞുവീഴ്ചയും ഒരുപോലെ ഉണ്ടായിരുന്നു. അതൊരു റീസൺ ആയിട്ട് പറയപ്പെടുന്നു. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതേ ഉള്ളൂ. എന്താണ് അടിസ്ഥാനപരമായ കാര്യമെന്ന് അറിയാനായിട്ട്. സോഫാർ ഈ പറഞ്ഞ മുടക്ക് തന്നെ 18 പേരുടെ നില പരിക്കുകളുണ്ട്. 3 പേർക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട്. എന്നാൽ ബാക്കിയുള്ളവരെല്ലാവരും സുരക്ഷിതമായിട്ട് തന്നെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. സജീവന്, ഇവിടെ നമുക്കറിയാം, താങ്കൾ പറഞ്ഞതുപോലെ ഒരാഴ്ചക്കുള്ളിൽ നിരവധി അപകടങ്ങൾ അവിടെ സംഭവിക്കുന്നു. ഈ മോശം കാലാവസ്ഥയാണോ വില്ലനാകുന്നത്? ഈ കാലാവസ്ഥ അവിടെ പുതിയ കാര്യമല്ല, പക്ഷെ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു ഈ കാലാവസ്ഥയ്ക്കപ്പുറം? അതിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ഡിബേറ്റ് ചെയ്യപ്പെട്ടത് വാഷിംഗ്ടൺ DC-യിൽ 3 ആഴ്ച മുമ്പ് നടന്ന ആ അപകടമായിരുന്നു. അമേരിക്കൻ എയർലൈൻസ് ഡയറക്റ്റ് ക്ലാഷ് ചെയ്തത് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുമായിട്ട്. ഡീറ്റെയിൽസ് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതുവരെയുള്ള ഒരു ഇൻഫർമേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ
അത് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിന്റെ കാലിബറിന്റെ ആ ഒരു റീഡിങ്ങിന്റെ ടെക്നിക്കൽ ഇററായിട്ടാണ് ഇതുവരെയുള്ള ഒരു ഇൻഫർമേഷൻ വരുന്നത്. എന്നാൽ അലാസ്കയിലേക്ക് പോയ വിമാനം അവിടെ അതിശക്തമായ മഞ്ഞ് വീഴ്ചയിൽ പെട്ടാണ് ട്രാപ്പിലായത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ 10 പേരുടെ മരണത്തിന് കാരണമായത് അലാസ്ക എയർലൈൻസ് ട്രാജഡിയും അതുപോലെ തന്നെ ഫ്ലോറിഡയിൽ നടന്ന ട്രാജഡിയും ഒരാൾ പൈലറ്റാണ് മരിച്ചത്. അത് ഒത്തിരിയധികം റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളല്ല. എന്നാൽ അതിനുശേഷം നടന്നത് ഫിലഡൽഫിയയിലാണ് വന്നത്. അത് വളരെയധികം റിപ്പോർട്ട് കിട്ടിയിരുന്നു. കാരണം അതൊരു ആവാസ മേഖലയിലേക്കാണ് വന്നു വീണത്, കത്തി വീണത്. അപ്പം അതിനകത്ത് 6 പേര് എയർലൈനിൽ നിന്നും ഒരാള് അവിടെയുള്ള ആവാസ മേഖലയിൽ നിന്നുള്ള അപകടപ്പെട്ടിരുന്നു. അപ്പൊ ഈ ഓരോരോ കാരണങ്ങളാണ് ഓരോ ഇൻസിഡന്റിനും വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തേത് ഒന്നും കൂടെ ഒരു ലോജിക്കലി നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണാം 40 മൈലിൽ അധികമായുള്ള ഒരു സ്പീഡ് കാറ്റാണ് അത്. അപ്പൊ അത് അതിശക്തമായ ഒരു കാറ്റാണ്. അതോടൊപ്പം തന്നെ മഞ്ഞ് വീഴ്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വളരെയധികം സിവിയർ കാലാവസ്ഥയാണ്. അത് കാനഡയിൽ മാത്രമല്ല, ഈ ടൊറന്റോ ഏരിയയിൽ മാത്രമല്ല, നോർത്ത് ഈസ്റ്റ് ഏരിയ മൊത്തം ആ ഒരു സിറ്റുവേഷനിലാണ്. ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ ആണെങ്കിൽ മിക്സ് ആയിരുന്നു. മിക്സ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തില് ശക്തമായ റെയിന്, ഒരു സൈഡിൽ കൂടെ ശക്തമായ കാറ്റ്, അതോടൊപ്പം ശക്തമായ മഞ്ഞ് വീഴ്ച. അങ്ങനെ ഈ മൂന്നിന്റെയും ഇവിടെ ഒരു പ്രതികൂല കാലാവസ്ഥയുടെ സമ്മിശ്രമായിരുന്നു കാലാവസ്ഥ എന്ന് നമുക്ക് പറയാൻ കഴിയും ആ സമയങ്ങളിൽ. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും വലിയൊരു അപകടം, അതായത് കഴിഞ്ഞ 2 ആഴ്ച മുൻപുണ്ടായ അപകടത്തിലൊക്കെ മരണങ്ങൾ സംഭവിച്ചിരുന്നു. പക്ഷേ ഇത്തവണ 17 പേർക്ക് പരിക്കുണ്ട്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള വാർത്തകൾ മാത്രമാണ്. 80ഓളം യാത്രക്കാരുണ്ടായിരുന്ന വിമാനത്തിൽ ബാക്കിയുള്ള യാത്രക്കാർ രക്ഷപ്പെട്ടു. അവർക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്കും മറ്റും കടക്കുകയാണ് ആ രാജ്യം. സജിമോൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് പോകണം. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുമായും സൗദി അറേബ്യയുമായും ഇന്ന് അമേരിക്കൻ പ്രതിനിധികൾ ചർച്ച നടത്തും. എന്നാൽ യുക്രൈനെ ഒഴിവാക്കി അമേരിക്കൻ പ്രതിനിധികൾ റഷ്യയുടെയും സൗദിയുടെയും പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നതിൽ യുക്രൈൻ എതിർപ്പറിയിച്ചിട്ടുണ്ട്. യുക്രൈനെയും യൂറോപ്യൻ യൂണിയനെയും മാറ്റി നിർത്തി സൗദി അറേബ്യയുടെ സാന്നിധ്യത്തിൽ റഷ്യയുമായി ചർച്ച നടത്തി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റേത്. അമേരിക്കൻ പ്രതിനിധികളും റഷ്യൻ പ്രതിനിധികളുമായി സൗദി അറേബ്യയിലെ റിയാദിൽ ഇന്ന് സുപ്രധാന ചർച്ച നടക്കും. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് ആർട്സ്, ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരാണ് റഷ്യൻ പ്രതിനിധികളുമായി റിയാദിൽ ചർച്ച നടത്തുക. യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ ട്രംപ് റഷ്യയ്ക്ക് നൽകിയതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇതിൽ യൂറോപ്യൻ യൂണിയൻ അഭിപ്രായം പറഞ്ഞിട്ടില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും ട്രംപ് കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചിരുന്നു. എന്നാൽ ചർച്ചയിലേക്ക് യുക്രൈനെയോ അമേരിക്കയുടെ യൂറോപ്യൻ സഖ്യകക്ഷികളെയോ അമേരിക്ക ക്ഷണിച്ചിട്ടില്ല. ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് സ്ഥിരീകരിച്ച യുക്രൈൻ ഇനി ക്ഷണിച്ചാലും സൈനിക പങ്കാളികളുമായി കൂടിയാലോചിക്കാതെ റഷ്യയുമായി ചർച്ചയ്ക്കില്ലെന്നും വ്യക്തമാക്കി. പുടിന്റെ ലക്ഷ്യം യുക്രൈൻ മാത്രമല്ല യൂറോപ്യൻ യൂണിയനാണെന്നും വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. യൂറോപ്യൻ യൂണിയന് പ്രത്യേകം സൈന്യം വേണമെന്നും സെലൻസ്കി പറഞ്ഞു. എന്നാൽ സെലൻസ്കി ഈ ആഴ്ച സൗദി അറേബ്യയെ സന്ദർശിക്കുന്നുണ്ട്. ഇതിന് റഷ്യയുമായുള്ള അമേരിക്കൻ ചർച്ചയ്ക്ക് ബന്ധമില്ലെന്നാണ് ഔദ്യോഗിക നിലപാട്. റഷ്യയുമായി ചേർന്ന് സമാധാന കരാർ ഉണ്ടാക്കുക വഴി യുക്രൈനിലെ വിപുലമായ പ്രകൃതി വിഭവങ്ങളിൽ അവകാശം നേടാനുള്ള യുഎസിന്റെ ശ്രമമാണ് ഇതിനു പിന്നിലെന്നും വിലയിരുത്തുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സ്പെഷ്യൽ ട്രെയിനിന്റെ പ്ലാറ്റ്ഫോം മാറ്റിയെന്ന അറിയിപ്പാണ് റെയിൽവേ സ്റ്റേഷനിൽ 18 പേർ മരിക്കാനിടയായ തിരക്കിനും കാരണമെന്ന് RPFന്റെ റിപ്പോർട്ട്. ഉദ്യോഗസ്ഥർ തിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അനൗൺസ്മെന്റ് ഉണ്ടായത്. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും 2-അംഗ സമിതിയുടെ റിപ്പോർട്ട് ഉണ്ടാവുക. ER രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, 3 ട്രെയിനുകളാണ് ആ സമയത്ത് അവിടെ എത്തിയിരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് സംഭവിച്ചത്? ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എന്താണ്? രഞ്ജിത്ത്, RPF റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലാണ് അനൗൺസ്മെന്റ് ആണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്. സ്പെഷ്യൽ ട്രെയിൻ പ്രയാഗ്രാജിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിനിന്റെ സംബന്ധിച്ച അറിയിപ്പാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാക്കുന്നത്. കാരണം പ്രയാഗ്രാജിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ 12 നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടുമെന്ന അറിയിപ്പ് ആദ്യം വന്നിരുന്നു. ഈ അറിയിപ്പ് വരുന്നത് ഏതാണ്ട് 8:45 കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തന്നെ 12 നമ്പർ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ അടുത്ത അനൗൺസ്മെന്റ് കൂടി വന്നു. ഇതിൽ പറയുന്നത് 16 നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പ്രയാഗ്രാജിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെടുക എന്നായിരുന്നു. ഈ സമയത്ത് 14 നമ്പർ പ്ലാറ്റ്ഫോമിൽ മഗധ് എക്സ്പ്രസ് ഉണ്ടായിരുന്നു. 15 നമ്പർ പ്ലാറ്റ്ഫോമിൽ ഉത്തർ സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് ഉണ്ടായിരുന്നു.
ഇതുകൂടാതെ 10:10 പുറപ്പെടേണ്ട പ്രയാഗ്രാജ് എക്സ്പ്രസിലേക്കുള്ള യാത്രക്കാരും ആ 14 നമ്പർ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എല്ലാ ആളുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഈ അനൗൺസ്മെന്റ് വന്നതിന് തൊട്ടു പിന്നാലെ 12, 13 പ്ലാറ്റ്ഫോമുകളിലും ഒപ്പം തന്നെ 14, 15 പ്ലാറ്റ്ഫോമുകളിലും ഉണ്ടായിരുന്ന ആളുകൾ ഫുട് ഓവർ ബ്രിഡ്ജ് വഴി അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. കാരണം 12 നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടുമെന്ന് പറഞ്ഞ തീവണ്ടി 16 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയെന്ന അറിയിപ്പ് വന്ന സാഹചര്യത്തിൽ ആളുകളെല്ലാം തന്നെ ആശയക്കുഴപ്പമുണ്ടായി. അവരെല്ലാം തിരക്കുകൂട്ടി ഓവർ ബ്രിഡ്ജിന് മുകളിൽ കയറി. ഇതേ സമയം തന്നെ മറ്റ് ട്രെയിനുകളിൽ പോകാനുള്ള ആളുകൾ ഫുട് ഓവർ ബ്രിഡ്ജ് വഴി താഴേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ വലിയ തിക്കുന്തുരക്കുണ്ടായി, ആളുകൾ നിലത്തേക്ക് വീണു എന്നാണ് പറയുന്നത്. ഇതാണ് അപകടത്തിലേക്ക് നയിച്ചത്, 18 പേരുടെ മരണത്തിനിടയാക്കിയതെന്നാണ് RPF ഉദ്യോഗസ്ഥൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രവുമല്ല, തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ചില ഇടപെടലുകൾ RPFന്റെ ഭാഗത്തുണ്ടായിരുന്നു. ലീവിലുള്ള ഉദ്യോഗസ്ഥരെ അടക്കം വിളിച്ചു വരുത്തിയിരുന്നു. അതിനുശേഷം ഈ ഫുട് ഓവർ ബ്രിഡ്ജിൽ നിന്ന് ആളുകളെ തിരക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടെയാണ് ഈ അനൗൺസ്മെന്റ് ഉണ്ടായത്. അപ്പോൾ ആളുകൾ ഇരച്ചു കയറി പിന്നീട് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് പറയുന്നത്. ഏതായാലും 2 അംഗ സമിതി ഇപ്പോൾ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കൂടാതെയാണ് മറ്റ് വിഭാഗങ്ങളെയും പ്രത്യേകിച്ച് RPF അടക്കമുള്ളവരെന്ന് റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. RPFന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും ഇനി 2 അംഗ സമിതി അന്തിമ റിപ്പോർട്ട് റെയിൽ മന്ത്രാലയത്തിന് സമർപ്പിക്കുക. രഞ്ജിത്ത്. ER രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നാളെ നടക്കുന്ന BJP നിയമസഭാ കക്ഷി യോഗം ഡൽഹി മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് വ്യാഴാഴ്ച 4:30 സത്യപ്രതിജ്ഞ നടത്തുമെന്നാണ് സൂചന. മികച്ച വിജയം നേടി 10 ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായില്ലെന്ന നാണക്കേടിന് ഇന്നെങ്കിലും പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് BJP. അരവിന്ദ് കെജ്രിവാളിനെതിരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും ഉയർത്തിക്കാട്ടാതെയായിരുന്നു BJPയുടെ മത്സരം. മികച്ച വിജയം നേടി 10 ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി തീരുമാനം ആകുന്നില്ല. പ്രധാനമന്ത്രിയുടെ ഫ്രാൻസ് അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞാലുടൻ പ്രഖ്യാപനം വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പിന്നെയും വൈകി. നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ആരെ തീരുമാനിച്ചാലും മറ്റെംഎൽഎമാർ എതിർസ്വരമില്ലാതെ അംഗീകരിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിലും തീരുമാനമെടുക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. ഡൽഹി രാംലീല മൈതാനത്ത് വ്യാഴാഴ്ച 4:30 സത്യപ്രതിജ്ഞാ ചടങ്ങ്. യമുനാ തീരത്തെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവും സത്യപ്രതിജ്ഞയ്ക്ക് പരിഗണിക്കുന്നുണ്ട്. വേദിയായെങ്കിലും മുഖ്യമന്ത്രി ആയിരുന്നതിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേശ് ശർമ്മ, ഡൽഹി BJP പ്രസിഡന്റ് സതീഷ് ഉപാധ്യായ, പഞ്ചാബി മുഖമായ ആശിഷ് സൂദ്, ജിതേന്ദ്ര മഹാജൻ, വിജേന്ദർ ഗുപ്ത തുടങ്ങിയ പേരുകൾ സജീവമാണ്. ജാട്ട് പഞ്ചാബി പരിഗണന മുതൽ വനിതാ പരിഗണന വരെ തീരുമാനത്തെ സ്വാധീനിച്ചേക്കാം. വനിതാ മുഖ്യമന്ത്രി എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിയാൽ ശിഖ റോയ്, നീലം പഹൽവാൻ, രേഖ ഗുപ്ത, പൂനം ശർമ്മ എന്നീ പേരുകളിൽ ഒരാൾ വരാം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി കേരള കേഡർ IAS ഉദ്യോഗസ്ഥൻ ജ്ഞാനേഷ് കുമാർ നാളെ ചുമതലയേൽക്കും. ഹരിയാന ചീഫ് സെക്രട്ടറി വിവേക് ജോഷിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായും നിയമിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിയോജിപ്പ് തള്ളിയാണ് നിയമനം. നിയമനരീതിക്കെതിരെ പ്രതിപക്ഷം വിമർശനം തുടരുകയാണ്. ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, ഇതിൽ പ്രതിപക്ഷ നേതാവിന്റെ ഈ സമിതിയിൽ പ്രതിപക്ഷ നേതാവിന്റെ വിയോജിപ്പാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ളത്. പക്ഷേ സർക്കാർ പരിഗണിച്ചില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, നിലവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ്. രാജീവ് കുമാറിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ പാനൽ ചേർന്നുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും പുതിയ കമ്മീഷണറെയും നിയമിച്ചത്. അങ്ങനെയാണ് 1988 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ ജ്ഞാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആകുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം അതിൽ വിയോജിപ്പ് അറിയിക്കുകയും ചെയ്തു. കാരണം നിലവിലെ പുതിയ നിയമന രീതി കേന്ദ്ര സർക്കാരിന് ഭൂരിപക്ഷം ലഭിക്കുന്നതാണ്. അപ്പോൾ ആ നിയമന രീതിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. നാളെ ആ ഹർജികൾ പരിഗണിക്കാനിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നിയമനം നടത്തരുത് എന്ന നിലപാട് രാഹുൽ ഗാന്ധി യോഗത്തെ അറിയിച്ചു. ഏതായാലും ആ വിയോജിപ്പ് തള്ളിക്കൊണ്ടാണ് പ്രഖ്യാപനത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വന്നതും വിജ്ഞാപനം ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത്. അതുതന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർ ഇപ്പോൾ ഈ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ ധൃതി പിടിച്ച് തീരുമാനം നടപ്പാക്കി എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ജ്ഞാനേഷ് കുമാറിന്റെ കാലാവധി ഏതാണ്ട് 4 വർഷക്കാലം അദ്ദേഹം ഈ പദവിയിൽ തുടരും. 2029 വരെ ജ്ഞാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തുടരും. അങ്ങനെ വരുമ്പോൾ അടുത്ത പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പ്രത്യേകിച്ച് 2026 കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ഇതുകൂടാതെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇക്കാലയളവിൽ നടക്കും. അങ്ങനെ വലിയ ചില തെരഞ്ഞെടുപ്പുകളുടെ ചുമതല കൂടി അദ്ദേഹം വഹിക്കുകയാണ്. ഏതായാലും
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഗ്യാനേഷ് കുമാർ തലേദിവസം എന്ന് പറയാം, തലേദിവസം തന്നെയാണ് ഗ്യാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിതനാകുന്നത്. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഹരിയാനയിലുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ജമ്മു കശ്മീരിൽ ആദ്യമായി ഈ 370 റദ്ദാക്കിയതിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഗ്യാനേഷ് കുമാർ നേതൃപരമായ പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കേരളത്തിൽ നേരത്തെ ധനകാര്യ വകുപ്പിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഡൽഹി RCI, കേരള ഹൗസിലെ RCI ഏതാണ്ട് 4 വർഷക്കാലം 2012 മുതൽ 16 വരെ ഗ്യാനേഷ് കുമാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഈ കാലയളവിലാണ് 370 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളയുന്ന ബില്ല് തയ്യാറാക്കുന്ന അടക്കമുള്ള നടപടികൾക്ക് അദ്ദേഹം പങ്കുവഹിക്കുന്നത്. കൂടാതെ സുപ്രീം കോടതിയിൽ അയോധ്യ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥനായിക്കൊണ്ട് തന്നെ അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വലിയ വിവാദത്തിലേക്ക് വഴിവെക്കുന്നത് ഈ നിയമന രീതിയാണ്. അതായത് നിയമന രീതി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളൊക്കെ തന്നെ സുപ്രീം കോടതിയിൽ നിൽക്കുമ്പോൾ ധൃതി പിടിച്ച് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നിയമനം നടത്തിയെന്ന ആരോപണം പ്രതിപക്ഷം ഏതായാലും ശക്തിപ്പെടുത്തുകയാണ്. രഞ്ജിത്ത്. രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു. ഇതിനിടയിലാണ് BJP സംസ്ഥാന അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരള BJPയിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ആകാംക്ഷയുണ്ട്. ഇന്ന് ഒരു വാർത്ത എന്ന് പറയുന്നത് അല്പം കൂടി താമസിക്കുമെന്നുള്ളതാണ്. BJP സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ പ്രധാനമന്ത്രിയുടെ നിലപാട് നിർണായകമാണ് എന്നുള്ളതും ഏറ്റവും എടുത്തു പറയണം. പാർലമെന്ററി ബോഡി യോഗത്തിൽ മോദിയുടെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും പുതിയ പ്രസിഡന്റിന്റെ തീരുമാനം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിയും വരെ K. സുരേന്ദ്രൻ തുടരണമെന്നും പുതിയ അധ്യക്ഷൻ വേണമെന്നുമുള്ള 2 വാദങ്ങളും സംസ്ഥാന പാർട്ടിയിൽ ശക്തമാണ്. പുതിയ അധ്യക്ഷനെ കണ്ടെത്തേണ്ട 19 സംസ്ഥാനങ്ങളിൽ 10 എണ്ണത്തിലും പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളാണ് അവശേഷിക്കുന്നത്. K. സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, MD രമേശ്, ശോഭാ സുരേന്ദ്രൻ ഈ പേരുകളാണ് സജീവം. 5 വർഷം പൂർത്തിയാക്കിയ സുരേന്ദ്രനെ ഒഴിവാക്കണമെന്ന് എതിർ ഗ്രൂപ്പുകൾ ഒരുപോലെ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് BJP വോട്ട് വിഹിതം 20% എത്തിച്ചതും തൃശൂർ വിജയവും സുരേന്ദ്രന് അനുകൂല ഘടകങ്ങളാണ്. കേരള ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയുടെ പിന്തുണയും സുരേന്ദ്രനുണ്ട്. കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർക്കും സുരേന്ദ്രനോട് അനിഷ്ടമില്ല. 5 വർഷ കാലാവധി കർശനമാക്കിയാൽ സുരേന്ദ്രന് പകരം രാജീവ് ചന്ദ്രശേഖർ വരാം. V. മുരളീധരൻ, കൃഷ്ണദാസ് പക്ഷങ്ങളുടെ പിന്തുണയും അവകാശപ്പെടുന്നു. ഒഴിയേണ്ടി വന്നാൽ MD രമേശ് അധ്യക്ഷ പദവിയിലെത്തുന്നതിനെ സുരേന്ദ്രൻ എതിർത്തേക്കില്ല. ശോഭാ സുരേന്ദ്രൻ വരുന്നതിനെ തടയാനാവും സുരേന്ദ്രന്റെ ശ്രമം. അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിത വരട്ടെ എന്ന തീരുമാനം വരുമെന്ന പ്രതീക്ഷയിലാണ് ശോഭാ സുരേന്ദ്രൻ. 2 തവണ സംസ്ഥാന അധ്യക്ഷനായിരുന്ന V. മുരളീധരന് ഒരു ഊഴം കൂടി നൽകുമെന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ മുരളീധരനെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാക്കാൻ കേന്ദ്രത്തിലെ ഒരു വിഭാഗം നേതാക്കൾ ആലോചിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഡാമുകളിലൂടെയുള്ള സീപ്ലെയിൻ സാധ്യതയിൽ ആദ്യ പരിഗണന നൽകുന്നത് മലമ്പുഴയ്ക്കെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മലമ്പുഴ കവയിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് കാരവാൻ പാർക്കിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. കോവിഡ് മഹാമാരിക്ക് ശേഷം വിനോദസഞ്ചാരികളുടെ ആവശ്യങ്ങളും താൽപ്പര്യങ്ങളും പരിഗണിച്ചാണ് കേരളം സമഗ്ര കാരവൻ ടൂറിസം നയം പ്രഖ്യാപിച്ചത്. സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കി പ്രകൃതിയോടിണങ്ങിയ യാത്രാനുഭവം വാഗ്ദാനം ചെയ്യുന്ന കാരവൻ ടൂറിസത്തിന് ചുരുങ്ങിയ കാലം കൊണ്ട് വിദേശ സഞ്ചാരികളെ ഉൾപ്പെടെ ആകർഷിക്കാനായി. സംസ്ഥാനത്തെ ആദ്യ ഇന്റഗ്രേറ്റഡ് കാരവൻ പാർക്കാണ് മലമ്പുഴ കവയിൽ പ്രവർത്തനം ആരംഭിച്ചത്. മലമ്പുഴ അണക്കെട്ടിന് സമീപമാണ് കവ ഇക്കോ ക്യാമ്പ് ആൻഡ് കാരവൻ പാർക്ക് എന്ന പേരിൽ ആധുനിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഡാമുകളിലൂടെയുള്ള സീപ്ലെയിൻ പദ്ധതിക്കായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മലമ്പുഴയ്ക്കാണ് ആദ്യ പരിഗണനയെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഒരു 3 പതിറ്റാണ്ടിന് ശേഷം കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ ഒരു പുതിയ ഉൽപ്പന്നം, ഒരു പ്രൊഡക്റ്റ് കാരവൺ എന്നുള്ള നിലയിൽ വരികയുണ്ടായി. ചുണ്ടൻ വെള്ളമായിരുന്നു, ഹൗസ് ബോട്ടായിരുന്നു 80കളുടെ അവസാനം ടൂറിസം മേഖലയിൽ ഇറങ്ങിയ ഒരു പ്രൊഡക്റ്റ്. അതിനുശേഷം പലപ്പോഴും പലതും നമ്മൾ ചർച്ച ചെയ്തെങ്കിലും ഒരു ഉൽപ്പന്നമായി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കാരവൺ കൊണ്ടുവന്നതിന് ശേഷം ഹെലി ടൂറിസവും കൊണ്ടുവന്നിരിക്കും, മറ്റൊരു പ്രൊഡക്റ്റ് കൂടിയായി മാറിയിട്ടുണ്ട്. സീപ്ലെയിന്റെ സാധ്യതയും നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് നമ്മളൊരു ചർച്ച ചെയ്തുകൊണ്ട് 3 പതിറ്റാണ്ടിന് ശേഷം കാരവൺ എന്ന പുതിയൊരു പോളിസി പ്രഖ്യാപിക്കുന്നത്.
12.5 ഏക്കർ സ്ഥലത്താണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. സ്വിമ്മിംഗ് പൂൾ, റെസ്റ്റോറന്റ്, കോഫി ഷോപ്പ്, താമസ സൗകര്യം, ഇലക്ട്രിക് വെഹിക്കിൾ, ചാർജിംഗ് സ്റ്റേഷനുകൾ തുടങ്ങിയ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 മലമ്പുഴ. കൊച്ചി മെട്രോ സ്റ്റേഷനുകളിൽ മദ്യവിൽപ്പനശാലകൾ തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധമുയരുന്നു. തീരുമാനത്തിൽ നിന്ന് ബെപ്കോ പിൻവാങ്ങണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. മെട്രോ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് മദ്യവിൽപ്പന തുടങ്ങുന്നതിനെതിരെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളും പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ വൈറ്റില, വടക്കേക്കോട്ട സ്റ്റേഷനുകളിൽ ബെവ്കോയുടെ പ്രീമിയം ഔട്ട്ലെറ്റുകൾ തുടങ്ങാനാണ് തീരുമാനം. വരുമാന വർധന ലക്ഷ്യമിട്ടാണ് സ്റ്റേഷനുകളിൽ ബെവ്കോ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ കൊച്ചി മെട്രോ തീരുമാനിച്ചത്. ബെവ്കോ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇതിനായി 2 സ്റ്റേഷനുകളിൽ സ്ഥലവും KMRL അനുവദിച്ചു. ഔട്ട്ലെറ്റുകൾ പ്രവർത്തനം ആരംഭിക്കുന്നതിനായുള്ള തുടർ ചർച്ചകളും നടപടികളും പുരോഗമിക്കുകയാണ്. സർക്കാർ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ജനറൽ സെക്രട്ടറി FR ജോൺ അരീക്കൽ പറഞ്ഞു. ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ ഔട്ട്ലെറ്റുകൾ ആരംഭിച്ച് സപ്ലൈകോയിലും കൊണ്ടുവരും. റേഷൻ കടയിലും മിക്കവാറും ബെവ്കോയുടെ ഔട്ട്ലെറ്റുകൾ സ്ഥാപിച്ച് ഒന്നുകൂടി മദ്യപാനികളാക്കി ആ ലഹരി വിലയില്ലാതായി വരുമ്പോൾ അവർ രാസലഹരിയിലേക്ക് പോകും. MDMA പോലുള്ള മാരകമായ വിഷം കഴിച്ച് ലഹരി മൂത്ത് ആളുകൾ പോകും. മെട്രോ സ്റ്റേഷനുകളിൽ ഏറ്റവും വലുത് വടക്കേക്കോട്ട സ്റ്റേഷനാണ്. 4.30 ലക്ഷം ചതുരശ്രയടി വിസ്തൃതിയുള്ള വിശാലമായ വാണിജ്യ സ്ഥലവും ഇതിൽ ഉൾപ്പെടുന്നു. ഇത് മദ്യവിൽപ്പനയ്ക്ക് വേണ്ടി നീക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് തൃപ്പൂണിത്തുറ രാജനഗരി യൂണിയൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ. ഏകദേശം 8000 പേർക്കൊരു ഔട്ട്ലെറ്റ് വെച്ച് ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വടക്കേക്കോട്ടയിൽ തൃപ്പൂണിത്തുറയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ പ്രതിദാനം ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ്. ആ സ്റ്റേഷനിൽ ബിവറേജസിൻ്റെ ഒരു ഔട്ട്ലെറ്റ് വരിക എന്ന് പറഞ്ഞാൽ അത് രാജനഗരിയോടും ഇവിടുത്തെ ജനങ്ങളോടും കാണിക്കുന്ന വഞ്ചനയായിരിക്കും. ഈ ടാക്സ് പേയേഴ്സിൻ്റെ പൈസ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ സ്റ്റേഷൻ ജനോപകാരപ്രദമായ എന്തെങ്കിലും ഓഫീസ് തുടങ്ങി അതിൻ്റെ സ്ഥലം യൂട്ടിലൈസ് ചെയ്യണം. അല്ലാതെ ആളുകളെ പോക്കറ്റ് അടിക്കുന്ന രീതിയിൽ ഒരു പുതിയതായിട്ട് ഇപ്പോൾ തന്നെ ഇവിടെ ഓൾറെഡി 10-ലേറെ ബാറുകളും 3 ഔട്ട്ലെറ്റുകളും ഉണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ പുതിയതായിട്ട് ഒരു സാധനം കൂടി വരണം. ഔട്ട്ലെറ്റുകൾ തുറക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ ദൂരപരിധിക്കകത്താണോ സ്റ്റേഷനുകളെന്ന് വിലയിരുത്താനുള്ള പ്രവർത്തനങ്ങൾ എക്സൈസ് തുടരുന്നുണ്ട്. പ്രതിഷേധവും ഇതിനൊപ്പം ശക്തമാവുകയാണ്. ന്യൂസ് 18 കൊച്ചി. രഞ്ജി ട്രോഫി സെമിയിൽ ഗുജറാത്തിനെതിരെ കേരളം ഭേദപ്പെട്ട നിലയിൽ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺസ് എന്ന നിലയിലാണ് കേരളം. 69 റൺസുമായി ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും 30 റൺസുമായി മുഹമ്മദ് അസറുദ്ദീനുമാണ് ക്രീസിൽ. എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നു. എൽദോ, ഇന്നലെ ഒരു പതിഞ്ഞ രീതിയിലായിരുന്നു കേരളത്തിന്റെ ബാറ്റിംഗ്. വലിയ അറ്റാക്കിങ്ങിലേക്കൊന്നും പോയില്ല. ഇന്നും അതേ സ്ട്രാറ്റജി തന്നെ ആയിരിക്കുമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദിൽ അത് ഈ സ്പിന്നർമാർക്ക് കൂടുതൽ ഫേവർ ചെയ്യുന്ന വിക്കറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ചും മത്സരം കൂടുതൽ ചെല്ലുന്ന ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഈ ആദ്യ ദിവസത്തിൽ പരമാവധി വിക്കറ്റുകൾ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഇപ്പൊ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ 2 റൺസിന്റെ ഏതാണ്ട് റൺ നിരക്കിൽ കേരളം ബാറ്റ് ചെയ്തപ്പോൾ അവിടെ കേരളത്തിന്റെ തന്ത്രത്തിന്റെ വിജയം കൂടിയായിരുന്നു. ഒരുപക്ഷെ ഗുജറാത്തിന്റെ ആത്മവിശ്വാസത്തെ പോലും ബാധിക്കുന്ന തരത്തിലാണ് കേരളം ബാറ്റ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കേരളത്തിന് 4 വിക്കറ്റുകൾ നഷ്ടമായി എന്നുള്ള സാഹചര്യത്തിൽ ഹോം ടീമാണ് ഗുജറാത്ത്. പ്രത്യേകിച്ചും ഹോം ഗ്രൗണ്ടിന്റെ ആനുകൂല്യം അവർക്ക് അനായാസം സ്വന്തമാക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ വളരെ മികവോടുകൂടി വളരെ ക്ഷമയോടുകൂടി 470 പന്തുകളാണ് ഡോട്ട് ബോളുകൾ ഇന്നലത്തെ മത്സരത്തിലുണ്ടായിരുന്നത്. 470 പന്തുകൾ ഡോട്ട് ബോളുകൾ നേരിട്ടുവെങ്കിൽ പോലും 4 വിക്കറ്റുകൾ മാത്രമാണ് നഷ്ടമായത് എന്നുള്ളതാണ് കേരളത്തിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഘടകം. മാത്രമല്ല സച്ചിൻ ബേബിയും അസറുദ്ദീനും ക്രീസിലുണ്ട്. സെമി ഫൈനലിലേക്ക് കേരളത്തിന് വഴി തെളിച്ച സൽമാൻ നിസാർ, അദ്ദേഹത്തിന്റെ വരവാണ് ഇനി എത്താനുള്ള പ്രധാനമായും. ഒപ്പം അഹമ്മദ് ഇമ്രാനും ഓൾറൗണ്ടറാണ്, ജൂനിയർ താരമാണ്, അദ്ദേഹത്തിന് അരങ്ങേറ്റ മത്സരമാണ്. അങ്ങനെ പ്രതീക്ഷയുടെ ഒരു ദിവസമാണ് കേരളത്തെ സംബന്ധിച്ച് ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. ഒരുപക്ഷെ ചരിത്ര നേട്ടത്തിലേക്ക് കേരളത്തിൽ എത്താൻ കഴിഞ്ഞാൽ അത് നിർണായകമായിട്ട് ചൂടുവെപ്പായി മാറുമെന്നുള്ള സംശയമില്ല. എന്താണെങ്കിലും ഇന്നത്തെ മത്സരത്തിന്റെ ആദ്യ മണിക്കൂറുകളായിരിക്കും നിർണായകം. പ്രത്യേകിച്ചും ഈ ന്യൂ ബോൾ എടുക്കാൻ 80 ഓവർ പിന്നിടുമ്പോൾ ന്യൂ ബോൾ എടുക്കാമെന്നുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആ ന്യൂ ബോൾ എടുക്കാൻ ഗുജറാത്ത് ടീം വൈറ്റ് പിച്ചും ഇന്ന് രാവിലെ ലഭിക്കുന്ന ആ ഈർപ്പത്തെ മുതലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ന്യൂ ബോളിന്റെ മിനിസം പരമാവധി പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നലെ വളരെ വൈകിയാണ് ന്യൂ
ന്യൂ ബോൾ എടുത്തത് ഗുജറാത്ത് ടീം അംഗങ്ങൾ. അതായത് ഇന്നത്തെ ആദ്യത്തെ 1 മണിക്കൂർ നിർണായകമാണ്. ആദ്യത്തെ 1 മണിക്കൂറിൽ വിക്കറ്റുകൾ നഷ്ടപ്പെടുത്താതെ ബാറ്റിംഗ് തുടരാൻ കേരളത്തിന് സാധിച്ചാൽ വളരെ മികച്ചൊരു സ്കോറിലേക്ക് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷ വെക്കാം. കേരളത്തിന് നിലവിലുള്ളത് ഒരു അപ്പർ എഡ്ജ് ഉണ്ട് എന്ന് പറയാം നിസ്സംശയം. പക്ഷേ അപ്പോൾ പോലും കേരളത്തിന്റെ ബാറ്റർമാർ ഇന്നലെ കാട്ടിയ മികവ്, പ്രതിരോധത്തിലെ മികവ്, ടെക്നിക്ക് എല്ലാം നിലനിർത്തണം. സച്ചിൻ ബേബി മികച്ച ഫോമിൽ നിൽക്കുന്നതാണ് പ്രതീക്ഷ നൽകുന്നത്. ഒപ്പം അസ്ഹറുദ്ദീനും ഫോമിലാണ്. എന്നിട്ട് നമുക്കറിയാം അവസാന പന്തിൽ മുഹമ്മദ് അസ്ഹറുദ്ദീന്റെ വിക്കറ്റ് അമ്പയർ വിധിച്ചതാണ്. പക്ഷെ DRSലൂടെയാണ് വിക്കറ്റ് നഷ്ടപ്പെടാതെ കേരളം ദൗർഭാഗ്യത്തെ ആ ഭാഗ്യ നേട്ടത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ കൂടുതൽ വിക്കറ്റ് നഷ്ടത്തിലേക്ക് പോകാതെ കേരളം തിരികെ കയറുന്ന സാഹചര്യം ഉണ്ടായി. കാരണം LBW ആയി അസ്ഹറുദ്ദീനെ പുറത്താക്കിയിരുന്നു അമ്പയർ. പക്ഷേ ഉടൻ തന്നെ അപ്പീലിന് പോവുകയായിരുന്നു അസ്ഹറുദ്ദീൻ. അതേ തുടർന്ന് DRSൽ പരിശോധിച്ചപ്പോൾ അത് വിക്കറ്റിൽ കൊള്ളുന്നില്ല എന്നുള്ള വ്യക്തത വന്നതോടുകൂടി മത്സരം അവസാനിക്കുകയുമായിരുന്നു. എന്താണെങ്കിലും ഇന്ന് ഏറ്റവും നിർണായകമാണ് ഞാൻ ഈ പറയുന്നത് പോലെ ഈ ഇപ്പോൾ നടക്കുന്ന 5ാം വിക്കറ്റിലെ കൂട്ടുകെട്ട്. അതിൽ സച്ചിൻ ബേബിയും മുഹമ്മദ് അസ്ഹറുദ്ദീനുമാണ്. സച്ചിൻ ബേബി, മുഹമ്മദ് അസ്ഹറുദ്ദീൻ കൂട്ടുകെട്ട് എത്രത്തോളം തുടരാൻ കഴിയുമോ അതായിരിക്കും ഏറ്റവും പ്രധാനം. ഇനിയും സ്പിന്നർമാർക്ക് കൂടുതൽ അനുകൂലമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ രവി ബിഷ്ണോയുടെ സാന്നിധ്യമാണ് ഗുജറാത്ത് കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. രവി ബിഷ്ണോയ്ക്ക് എത്രമാത്രം കേരള ബാറ്റർമാരെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള സെമി ഫൈനൽ മത്സരത്തിന് 9:30 അല്പസമയത്തിനകം തുടക്കമാവുകയാണ് 2ാം ദിനത്തെ മത്സരം. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മുഴുവൻ കേരള ടീം അംഗങ്ങളും കേരള ക്രിക്കറ്റ് ആരാധകരും. ശരി, എൽദോ പോൾ പുതുശ്ശേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വഡോദര ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട ഹർമൻപ്രീത് കൗറിന്റെ മുംബൈക്ക് ജയം അനിവാര്യമാണ്. അതേസമയം 2ാം മത്സരം പരാജയപ്പെട്ട ഗുജറാത്തിന് തിരികെ വിജയവഴിയിലേക്കെത്താൻ ടീമിൽ അഴിച്ചുപണികൾക്കും സാധ്യതയുണ്ട്. വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 8 വിക്കറ്റ് ജയം. 142 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ബാംഗ്ലൂർ 22 പന്തുകൾ ബാക്കി നിർത്തിയാണ് ആധികാരിക വിജയം നേടിയത്. ബാംഗ്ലൂർ നായിക സ്മൃതി മന്ദാന അർദ്ധ സെഞ്ചുറി നേടി ജയത്തോടെ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്തായി. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരാം. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോ ആന്റണി റിമാൻഡിൽ. അന്വേഷണ സംഘം പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകി. ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അപേക്ഷ നാളെ പരിഗണിക്കും. കൊള്ള നടത്തിയത് കടം വീട്ടാനെന്ന് പ്രതി റിജോ ആന്റണി. മോഷ്ടിച്ച പണത്തിൽ നിന്ന് 3 ലക്ഷം രൂപയെടുത്ത് കടം വീട്ടിയതായും പ്രതി മൊഴി നൽകി. പണം സ്വീകരിച്ച ആൾ പോലീസിന് 2.9 ലക്ഷം രൂപ തിരികെ നൽകി. റിജോ അറസ്റ്റിലായ വിവരം അറിഞ്ഞാണ് അന്നനാട് സ്വദേശി പണം തിരികെ നൽകിയത്. 12 ലക്ഷം രൂപ റിജോയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ മേലുദ്യോഗസ്ഥൻ ജാതീയമായി അപമാനിച്ചുവെന്ന് പരാതി. റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജറാണ് പരാതി നൽകിയത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എറണാകുളം റീജിയണൽ ഓഫീസ് DGM നിതീഷ് കുമാർ സിൻഹ, AGM കശ്മീർ സിംഗ് എന്നിവരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ജാതി അധിക്ഷേപ പരാതിയിൽ വിശദീകരണവുമായി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. ബാങ്കിനുള്ളിലെ ഏതെങ്കിലും അംഗീകൃത യൂണിയനിൽ നിന്നോ ഓഫീസേഴ്സ് അസോസിയേഷനിൽ നിന്നോ SC/ST എംപ്ലോയീസ് അസോസിയേഷനിൽ നിന്നോ പരാതി ലഭിച്ചിട്ടില്ലെന്ന് വിശദീകരണം. ചില വ്യക്തികളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരാതിയെന്നും ബാങ്കിന്റെ മറുപടി. പാലക്കാട് തൃത്താലയിൽ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങളുമായി ആന എഴുന്നള്ളിപ്പ്. തൃത്താലയിൽ നടന്ന ദേശോത്സവത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിലാണ് നേതാക്കളായ ഇസ്മയിൽ ഹനിയെ, യഹ്യ സിൻവാർ എന്നിവരുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത്. ഹമാസ് നേതാക്കളുടെ ചിത്രം ഉപയോഗിച്ച് ആന എഴുന്നള്ളിപ്പ് നടത്തിയത് ബോധപൂർവമെന്ന് ഹിന്ദു ഐക്യവേദി. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബുവിന്റെ പ്രതികരണം. പത്തനംതിട്ട പെരുന്നാട് ജിതിൻ കൊലപാതകത്തിൽ എല്ലാ പ്രതികളും പിടിയിൽ. മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. നൂറനാട് നിന്നാണ് പ്രതികളെ പിടികൂടിയത്. പാതിവില തട്ടിപ്പ് കേസിൽ അനന്തു കൃഷ്ണൻ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ. 2 ദിവസത്തേക്കാണ് മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ നൽകിയത്. 21 അക്കൌണ്ടുകളിലൂടെ അനന്തു കൃഷ്ണന്റെ വിവിധ അക്കൌണ്ടുകളിലേക്ക് വന്നത് 143.5 കോടി രൂപയെന്ന് ക്രൈംബ്രാഞ്ച്. കണ്ണൂരിൽ പാതിവില തട്ടിപ്പിനിരയായവരുടെ പ്രതിഷേധം. മുഖ്യപ്രതിയായ പ്രൊമോട്ടർ മോഹനെയും
മറ്റ് പ്രൊമോട്ടർമാരെയും സംരക്ഷിക്കുന്ന പോലീസ് നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സീഡ് വുമൺ ഓൺ ഫയറിന്റെ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത പ്രൊമോട്ടർമാരുടെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകളുമായിട്ടായിരുന്നു പ്രതിഷേധം. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനെന്ന് പോലീസ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് ദുരുദ്ദേശത്തോടെയെന്ന് വ്യക്തമാക്കി കുറ്റപത്രം തയ്യാറാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിന് മുൻപ് തന്നെ നടി പീഡനം വെളിപ്പെടുത്തിയിരുന്നതിന് സാക്ഷികളുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ ഹാജരായി. ആനയുടെ ഉടമ എന്ന നിലയിൽ അതിന്റെ പരിപാലനവും സുരക്ഷയും ഗുരുവായൂർ ദേവസ്വത്തിന്റെ കടമയാണെന്ന് കോടതി വ്യക്തമാക്കി. ആനകളെ വിശ്രമമില്ലാതെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയതായും രേഖകളിൽ നിന്ന് വ്യക്തം. ഉത്സവത്തിൽ പങ്കെടുത്ത ഗോകുൽ എന്ന ആനയ്ക്ക് പരിക്കുണ്ടെന്ന് ഗുരുവായൂർ ദേവസ്വം കോടതിയെ അറിയിച്ചു. ഉത്സവത്തിൽ പടക്കം പൊട്ടിക്കാൻ അനുമതി വാങ്ങിയിരുന്നില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. വർഗീയ പരാമർശ കേസിൽ പി സി ജോർജിന് ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം. മുൻകൂർ ജാമ്യ വ്യവസ്ഥ പി സി ജോർജ് ലംഘിച്ചുവെന്ന് ഹൈക്കോടതി. മുൻപും സമാന കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട്. പരാമർശം ഗൌരവതരം. പ്രകോപനപരമായ പരാമർശമാണ് പി സി ജോർജ് നടത്തിയതെന്ന് പോലീസും കോടതിയെ അറിയിച്ചു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഏകോപനത്തിന് സമിതി രൂപീകരിച്ച സർക്കാർ. ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതിയിൽ വകുപ്പ് സെക്രട്ടറിമാരും ജില്ലാ കളക്ടറുമാണ് അംഗങ്ങൾ. പുനരധിവാസ പദ്ധതിയുടെ കൺസൾട്ടന്റായ കിഫ്കോണിന്റെ സീനിയർ പ്രോജക്ട് അഡ്വൈസറും രാവിലെ തുടരുകയാണ്. നല്ല പഴുത്ത് തുടുത്ത സ്ട്രോബെറി കഴിക്കണം എങ്കിൽ നേരെ ഇടുക്കി കാന്തല്ലൂരിലേക്ക് പോകാം. ആപ്പിൾ തോട്ടവും സ്ട്രോബെറി പാടവും കണ്ട് മനസ്സും വയറും നിറയ്ക്കാം. വിളവെടുപ്പ് ആരംഭിച്ചതോടെ കർഷകരിൽ നിന്ന് നേരിട്ട് സ്ട്രോബെറി വാങ്ങുവാൻ നിരവധി സഞ്ചാരികളാണ് കാന്തല്ലൂരിലേക്ക് എത്തുന്നത്. ടൂറിസം സീസൺ കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ മറയൂർ, കാന്തല്ലൂർ മേഖലകളിലെ കർഷകർ കൃഷി ഇറക്കുന്നത്. 2 മാസങ്ങൾക്ക് മുൻപ് വിളവിറക്കിയ സ്ട്രോബെറി പാടങ്ങൾ വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞു. സഞ്ചാരികൾക്ക് ഈ കാഴ്ചകൾ ആസ്വദിക്കാമെന്ന് മാത്രമല്ല, തോട്ടങ്ങളിൽ ഇറങ്ങി സ്ട്രോബെറി പറിച്ചെടുത്ത് കഴിക്കുകയും ചെയ്യാം. കിലോയ്ക്ക് 600 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത്. ഇത് ഞങ്ങള് ജൈവ കൃഷിയാണ്. ചാണകവളം മാത്രമേ യൂസ് ചെയ്യും. ചാണകവളം പുളിപ്പിച്ച് ഒളിക്കും. 7 ദിവസം കഴിഞ്ഞ് പുളിപ്പിച്ച് കഴിഞ്ഞ് 8 ദിവസത്തിന് ചാണകവെള്ളം ഒളിക്കും. വലിയ വലിപ്പമൊന്നും ഉണ്ടാകുന്നില്ല ജൈവ കൃഷി ആയത് കാരണം. എന്നാലും നമുക്ക് ഉള്ള സാധനത്തിന് നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ഫ്രഷായിട്ട് പറിച്ചു കൊടുക്കും. 600 രൂപ വിലയ്ക്കാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്ട്രോബെറിയുടെ വിളവെടുപ്പ് കാലം ആരംഭിച്ചതോടെ സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു. 9 മാസക്കാലം വരെ കാന്തല്ലൂരിൽ സ്ട്രോബെറി വിളവെടുപ്പ് തുടരും. സ്ട്രോബെറിയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കർഷകരുമുണ്ട്. വിനോദസഞ്ചാരവുമായി കോർത്തിണക്കിയുള്ള സ്ട്രോബെറി കൃഷി കാന്തല്ലൂരിലെ കർഷകർക്ക് കാര്യമായ ഗുണം ചെയ്യുന്നുണ്ട്. കർഷകർക്ക് വിനോദസഞ്ചാര മേഖല വിപണി സാധ്യതയാണ് തുറന്നിരിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇന്ന് ഇത് സംഭവിക്കും. കോട്ട ബാങ്ക് കവർച്ച കേസിൽ റിമാൻഡിലായ പ്രതി റിജോ ആന്റണിയുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അപേക്ഷ പരിഗണിക്കുക. വിശദമായ അന്വേഷണത്തിന് 5 ദിവസത്തേക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി KN ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. തിരുവനന്തപുരം 1ാം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. തൃശൂർ അതിരപ്പള്ളിയിൽ മുറിവേറ്റ കൊമ്പന് ചികിത്സ നൽകാനുള്ള ദൗത്യം ഇന്ന് ആരംഭിക്കുന്നുണ്ട്. ഇതിന് മുന്നോടിയായി വയനാട്ടിൽ നിന്നും 3 കുംകി ആനകളെയും അതിരപ്പള്ളിയിൽ എത്തിച്ചു. മുറിവേറ്റ കൊമ്പനെ ചികിത്സ നൽകി പാർപ്പിക്കുന്നതിനുള്ള കൂട് നിർമ്മാണം ഇന്ന് ഉച്ചയോടെ പൂർത്തിയായേക്കും. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം ഇന്ന് 9ാം ദിവസത്തിൽ. മുന്നോട്ടുവച്ച ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന ആശാ വർക്കർമാർ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആശാ വർക്കർമാർ പങ്കെടുക്കുന്ന മഹാസംഗമം മറ്റന്നാൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ മികച്ച 1ാം ഇന്നിംഗ്സ് സ്കോർ ലക്ഷ്യമിട്ട് കേരളം ഇന്നിറങ്ങും. 4-206 എന്ന നിലയിൽ കേരളം 2ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കും. 69 റൺസുമായി ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും 30 റൺസുമായി മുഹമ്മദ് അസറുദ്ദീനും ക്രീസിലുണ്ട്.
സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്റെ കരടിന് അന്തിമ രൂപം നൽകാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. എറണാകുളം സംസ്ഥാന സമ്മേളനത്തിന് ശേഷമുള്ള രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിക്കും. വ്യാഴാഴ്ച ചേരുന്ന സംസ്ഥാന സമിതി കരട് റിപ്പോർട്ടിന് അംഗീകാരവും നൽകും. നാളത്തെ ഇടതുമുന്നണി യോഗത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് വനിതാ മാധ്യമ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് ദേശീയ വനിതാ മാധ്യമ പ്രവർത്തക കോൺക്ലേവ് ഇന്ന് 11:30 മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി വീണ ജോർജ് മുഖ്യാതിഥിയാകും. ഇന്നും നാളെയും നടക്കുന്ന പരിപാടിയിൽ വാർത്തകളിലെ സ്ത്രീ, മാധ്യമങ്ങളിലെ ലിംഗസമത്വം, സമൂഹ മാധ്യമങ്ങളിലെ സ്ത്രീ എന്നീ വിഷയങ്ങളിൽ പാനൽ ചർച്ച നടക്കും. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഇന്ന് ചാൻസലറായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സന്ദർശനം നടത്തും. കേരള ഗവർണറായി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് രാജേന്ദ്ര ആർലേക്കർ സർവകലാശാലയിലെത്തുന്നത്. ഇന്ത്യയിലെത്തിയ ഖത്തർ അമീർ ഇന്ന് നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിന് നടപടികളുണ്ടാകും. രാഷ്ട്രപതി ഭവനിൽ ഖത്തർ അമീറിനായി പ്രത്യേക സ്വീകരണം ഒരുക്കും. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള റഷ്യ അമേരിക്ക ചർച്ച ഇന്ന്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ച നടക്കുന്നത് സൗദി അറേബ്യയിലാണ്. റഷ്യയുമായും സൗദി അറേബ്യയുമായും ഇന്ന് അമേരിക്കൻ പ്രതിനിധികൾ ചർച്ച നടത്തും. എന്നാൽ യുക്രൈനെ ഒഴിവാക്കി അമേരിക്കൻ പ്രതിനിധികൾ റഷ്യയുടെയും സൗദിയുടെയും പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നതിൽ യുക്രൈൻ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. എറണാകുളം മുളന്തുരുത്തി മേൽപ്പാലം ഇന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. മേൽപ്പാലം തുറക്കുന്നതോടെ ചോറ്റാനിക്കര മുളന്തുരുത്തി റോഡിലെ ലെവൽ ക്രോസ് അടയ്ക്കുന്നത് മൂലമുള്ള ഗതാഗത കുരുക്കിന് പരിഹാരമാകും എന്നാണ് വിവരം. ഇനി നമുക്ക് ജാഗ്രത കാണാം. തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ് പരാതി. ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥിയാണ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിനും പരാതി നൽകിയത്. അന്വേഷണം നടത്തിയ ആന്റി റാഗിംഗ് കമ്മിറ്റി ഇക്കാര്യം സ്ഥിരീകരിച്ചു. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 7 പേർക്കെതിരെ പരാതിയുണ്ട്. CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും പരിശോധിച്ചാണ് റാഗിംഗ് നടന്നതായി സ്ഥിരീകരിച്ചത്. എൻ്റെ പേര് ബിൻസ്. ഞാൻ ഗവൺമെൻറ് കോളേജ് കാര്യടുത്ത് പഠിക്കുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരൻ അഭിഷേകും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ സീനിയർ പയ്യന്മാർ നമ്മളെ തടഞ്ഞു നിർത്തി അടിക്കുമായിരുന്നു. അടിയിലിടയ്ക്ക് അഭിഷേകാണെങ്കിൽ ഇവിടെ ഓഫീസ് റൂമിലോട്ട് ഓടിപ്പോയി. അപ്പം ഞാൻ അവിടെ ഒറ്റയ്ക്കായിപ്പോയി. അപ്പോൾ എന്നെ അവർ കുറേ അടിച്ച്. അത് കഴിഞ്ഞിട്ട് ഒരു വേലു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ യൂണിറ്റ് റൂമിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നെ മുട്ടുകുത്തിയിരുത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പൊക്കെ പിടിച്ച് വെച്ചിട്ട് എന്നെ അടിക്കുമെന്നാണ് പറഞ്ഞത്. ഇരുന്നില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞ് എന്നിട്ട് ഒരു അടി തന്നു, കവലത്തിൽ ഒരു അടി തന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ചോദിച്ചു, തൊണ്ടറിൻ്റെ വെള്ളം ചോദിച്ചപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വെള്ളം ഒരു ചേട്ടൻ ഇങ്ങനെ പാവല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്ന്. അങ്ങനെ അത് വേലെന്ന് പറഞ്ഞാൽ പകുതി കളഞ്ഞിട്ട് വാണ്ട് തുപ്പി വായിക്കത്തെടുത്ത് തുപ്പിക്കിട്ട് ലാസ്റ്റ് വന്നത് വായ കൊണ്ട് എടുത്തിട്ട് തുപ്പി ഇട്ടാണ് എനിക്ക് കുടിക്കാൻ തന്നത്. ഞാനാണെങ്കിൽ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ തുപ്പിയ അടിക്കുമെന്ന് പറഞ്ഞു, തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ്. BB അരുൺ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അരുണ, ഇതിപ്പോൾ അതിക്രൂരമായ കാര്യങ്ങളാണ്. എന്താണ് ആന്റി റാഗിംഗ് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്? ഈ പ്രതികളായ ആളുകളെ കണ്ടെത്താനായിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ചയാണ് ഈ സംഭവം നടന്നത്. അന്ന് തന്നെ ഈ കുട്ടി പരാതി നൽകിയിരുന്നു, വിദ്യാർത്ഥി പരാതി നൽകിയിരുന്നു. കഴക്കൂട്ടം പോലീസിനും അതുപോലെ തന്നെ ആന്റി റാഗിംഗ് സമിതിക്കും പ്രിൻസിപ്പലിനും ഒക്കെ പരാതി നൽകിയിരുന്നു. അതിനെ തുടർന്ന് ആന്റി റാഗിംഗ് സമിതി ഇത് പരിശോധിച്ചു. അവരുടെ റിപ്പോർട്ട് കൂടി അടിസ്ഥാനത്തിൽ കേസെടുക്കാമെന്നാണ് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നത്. ഏതായാലും ആന്റി റാഗിംഗ് സമിതി ഈ വിദ്യാർത്ഥി പറയുന്നത് പോലെ റാഗിംഗ് നടന്നിട്ടുണ്ട്, മുതിർന്ന വിദ്യാർത്ഥികൾ ഈ 1ാം വർഷ വിദ്യാർത്ഥി റാഗ് ചെയ്തു എന്ന് തന്നെ ആന്റി റാഗിംഗ് സമിതി കണ്ടെത്തിയിട്ടുണ്ട്. 3ാം വർഷ വിദ്യാർത്ഥികളായ 7ഓളം പേർക്കെതിരെയാണ് പരാതിയുള്ളത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു, സാക്ഷിമൊഴികൾ പരിശോധിച്ചാണ് ഈ ഒരു ക്രൈം റാഗിംഗ് നടന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 11ാം തീയതി സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ സംഘർഷമുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഈ പ്രശ്നങ്ങൾ. ബിൻസ് ജോസിന്റെ
സുഹൃത്ത് അഭിഷേകിന് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ അന്ന് പരിക്കേറ്റിരുന്നു. ഇരു കൂട്ടരുടെയും പരാതിയിൽ അന്ന് തന്നെ കഴക്കൂട്ടം പോലീസ് അത് മർദ്ദനം എന്ന അല്ലെങ്കിൽ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസുകളാണ് അന്ന് രജിസ്റ്റർ ചെയ്ത് അഭിഷേകിനെ അന്വേഷിച്ചെത്തിയ വിൻസിനെ ഇവർ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചു. ഇത്തരത്തിൽ തുപ്പി ഇട്ട വെള്ളം കുടിപ്പിച്ചു തുടങ്ങിയ പരാതികളാണുള്ളത്. ഷർട്ട് വലിച്ചു കീറി മുട്ടുകാലിൽ നിർത്തി മുതുകിലും ചെകിട്ടത്തും അടിച്ചു. തറയിൽ വീണ വിൻസിനെ വീണ്ടും മർദ്ദിച്ചു. വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ ശേഷം കുപ്പിവെള്ളം നൽകിയതായി വിൻസ് പറയുന്നത്. തുടർന്നാണ് വിൻസ് കഴക്കൂട്ടം പോലീസിലും പ്രിൻസിപ്പലിനും ഒക്കെ പരാതി നൽകിയത്. ഏതായാലും കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്നലെ കഴക്കൂട്ടം പോലീസിന് നൽകിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് വൈകാതെ കടക്കും. പ്രിൻസിപ്പൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റാഗിങ്ങിന് കേസെടുത്തതായി കഴക്കൂട്ടം പോലീസും പറഞ്ഞത്. ഏതായാലും ഇവർക്ക് കേസെടുത്തിട്ടുണ്ട്. ഇനി അറസ്റ്റ് ഉൾപ്പെടെ നടപടികളിലേക്കാണ് പോകേണ്ടത്. നമുക്കറിയാം കോട്ടയത്തെ നഴ്സിംഗ് സ്കൂളിലെ റാഗിംഗ്, അതിനുശേഷം ഇപ്പോൾ അതിന് ഏതാണ്ട് അതേ ദിവസം തന്നെയാണ് ഇവിടെ ഇത്ര ആരോപണം ഉയർന്നത്. പക്ഷെ അതിനൊരു തെളിവ് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ തെളിവാണ് ആന്റി റാഗിംഗ് സമിതി നൽകിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളുണ്ട് ഈ സംഭവം നടന്നതിന്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ മൊഴിയുമുണ്ട്. ഈ പ്രതികൾക്ക് ചില രാഷ്ട്രീയ ബന്ധങ്ങളും ഉണ്ടെന്നാണല്ലോ ഈ കുട്ടിയുടെ ആരോപണം. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് അരുൺ? തീർച്ചയായിട്ടും SFIയുടെ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി തന്നെയാണ് പറയുന്നത്. കേസെടുക്കുമ്പോൾ ആ രീതിയിലേക്ക് വരുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഈ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി SFIക്ക് സ്വാധീനമുള്ള ക്യാമ്പസ് തന്നെയാണ്, SFI യൂണിയനുള്ള ക്യാമ്പസ് തന്നെയാണ് കാര്യവട്ടം ഗവൺമെന്റ് കോളേജ്. അതുകൊണ്ട് അവർക്കെതിരെ തന്നെയാണ് വീണ്ടും ആരോപണം ഉയരുന്നത്. അത് ഈ പരാതിയിലും ആ രീതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏതായാലും SFIയുടെ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി തന്നെയാണ് മർദ്ദിച്ചതെന്ന് വിൻസിന്റെ മൊഴിയിലുണ്ട്. വിൻസ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ ഈ റാഗിംഗ് എന്നുള്ളത് വ്യക്തമാണോ? കാരണം ഈ കുട്ടി പറയുന്നത് ഈ തുപ്പിയ വെള്ളം കുടിപ്പിച്ചു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ കൃത്യമായ തെളിവ് ആന്റി റാഗിംഗ് കമ്മിറ്റി കിട്ടിയിട്ടുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തെളിവുകൾ CCTVയുടെയും അതുപോലെ കുട്ടികളുടെ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആന്റി റാഗിംഗ് സമിതി ഇത്തരമൊരു റാഗിംഗ് നടന്നു എന്ന സ്ഥിരീകരണം നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസും ഇപ്പോൾ ഇവർക്കെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. നിലവിൽ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ പ്രിൻസിപ്പലിന്റെ കൂടി പരാതിയുടെ അടിസ്ഥാനത്തിൽ റാഗിംഗ് തന്നെ പോലീസ് കേസെടുക്കും. ഈ പ്രതികളുടെ അറസ്റ്റ് ഉൾപ്പെടെ കാര്യങ്ങളിലേക്ക് കടക്കും. പ്രതികൾക്കായുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. 8ഓളം വിദ്യാർത്ഥികളാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും നേരത്തെ കോട്ടയത്തെ റാഗിംഗ് ഒക്കെ നമ്മുടെ മനസാക്ഷിയെ വല്ലാതെ വിറങ്ങലിപ്പിച്ച ഒരു സംഗതിയാണ്. ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിലും റാഗിംഗ് നടന്നിരിക്കുന്നു. അതിക്രൂരമായ റാഗിംഗ് ആണ് എന്നാണ് മനസ്സിലാകുന്നത്. കുട്ടി അത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുമുണ്ട്. SFIക്കാരായ പ്രതികളാണിപ്പോൾ ഇതിലുള്ളത്. SFIയുടെ യൂണിറ്റ് കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുപോയാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത് എന്നുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ SFI പ്രവർത്തകരായ 17 വിദ്യാർത്ഥികളെ ആന്റി റാഗിംഗ് കമ്മിറ്റി 3 വർഷത്തേക്ക് കോളേജിൽ നിന്ന് പുറത്താക്കി. റാഗിങ്ങിനെതിരെ നടപടിയെടുക്കാത്ത വൈസ് ചാൻസലർ അടക്കമുള്ളവർക്കെതിരെയും നടപടിയുണ്ടായി. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഒരാണ്ട് തികയും ദിവസമാണ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ തീരുമാനം. സഹപാഠികളുടെ അതിക്രൂരമായ റാഗിങ്ങിന് വിധേയനായാണ് കോളേജ് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥൻ മരിച്ചത്. അപ്പോഴും കുടുംബത്തിന് പലവിധ പരാതികളുണ്ട്. CBI അന്വേഷണത്തിൽ അവർക്ക് അവ്യക്തതയുണ്ട്. ഈ സിദ്ധാർത്ഥനെതിരെ വ്യാജമായി പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെ നടപടിയെടുത്തില്ല എന്ന പരാതി കുടുംബത്തിനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വൈസ് ചാൻസലർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്കെതിരെയും വളരെ പ്രധാനപ്പെട്ട നടപടി ഉണ്ടാകുന്നുണ്ട്. ഈ റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം ബാലരാപുരത്ത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ മാതാവ് ശ്രീധുവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെയാണ് ശ്രീധുവിനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ജോലി വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ കേസിലാണ് ചോദ്യം ചെയ്യൽ. അരുൺ മോഹൻ ചേരുന്നു. അരുൺ, അല്പസമയത്തിനകം അവരെടുത്തുന്നുണ്ട്. ശ്രീധുവിനെ ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങി. ശ്രീധുവിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ജോലി വാഗ്ദാനം നൽകി 30 ലക്ഷത്തോളം രൂപ ദേവസ്വം ബോർഡിൽ തട്ടിയെടുത്തു എന്നുള്ളതാണ്. എന്താണ് അവരുടെ വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ബാലരാമപുരത്തെ വിവാദമായ ഒരു തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന ശ്രീധുവിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ കുട്ടിയുടെ അമ്മ കൂടിയായ ശ്രീധുവിനെ തട്ടിപ്പ് കേസിൽ ഇരയാകുന്നത്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ബാലരാപുരം സ്വദേശിയായ രതീഷിന്
കളക്ടറേറ്റിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് 6 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും 4 ലക്ഷത്തോളം രൂപ കെക്കലാക്കുകയും ചെയ്ത കേസിലായിരുന്നു ഇപ്പോൾ ഇവരെ അറസ്റ്റ് ഇപ്പോഴത്തെ കേസ്. ഇതുമായി സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലിനാണ് കസ്റ്റഡിയിലുണ്ടായിരുന്ന ഇവരെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്തു വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ കൂടാതെ മറ്റൊരു സ്ത്രീയും ഈ പറയുന്ന രതീഷിനുമായിട്ട് വാഗ്ദാനം നൽകിയാണ് പൈസ വാങ്ങിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 4,15,000 രൂപയാണ് വാങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇവരെ ചോദ്യം ചെയ്തു വരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്ന് കസ്റ്റഡിയിൽ തിരികെ നൽകും. ഇവർ 10 ലക്ഷം രൂപ ഈ പറയുന്ന ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം നൽകി ഷിജു എന്ന് പറയുന്ന ആളിൽ നിന്ന് 10 ലക്ഷം രൂപ തട്ടിയ കേസിൽ ഇവർ കോടതി റിമാൻഡിൽ കഴിയുകയായിരുന്നു. ഇവിടെ നിന്നാണ് ബാലരാമപുരം പോലീസ് ഇപ്പോൾ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയത്. 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടത്. എന്നാൽ 1 ദിവസത്തെ കസ്റ്റഡി നൽകിക്കൊണ്ട് ഇന്നലെയായിരുന്നു ഇവരെ വിട്ടു നൽകിയത്. ഇന്ന് 5 മണിക്ക് മുമ്പ് കോടതിയിൽ ഹാജരാക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. എന്തായാലും ഇവരെ ചോദ്യം ചെയ്തു വരുന്നു. പോലീസ് മറ്റ് എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, വേറെ ആരെന്തെങ്കിലും കാശ് വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള നിരവധി കാര്യങ്ങൾ ചോദ്യം ചെയ്തു വരുന്നു. ഒപ്പം കുട്ടിയുടെ കൊലപാതകവുമായുള്ള ബന്ധം അതിൽ എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും സമഗ്രമായി പോലീസ് അന്വേഷിച്ചു വരുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രഞ്ജിത്ത്. ശരി, അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നെയ്യാറ്റിൻകരയിൽ മോഷണക്കേസ് പ്രതി കഞ്ചാവുമായി പിടിയിൽ. പെരുമ്പഴന്തൂർ സ്വദേശിയായ ശ്യാംകുമാറാണ് പിടിയിലായത്. നെയ്യാറ്റിൻകര, ബാലരാമപുരം, പൊഴിയൂർ സ്റ്റേഷനുകളായി വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ഇയാളിൽ നിന്ന് സമീപത്തെ ക്ഷേത്രത്തിൽ നിന്ന് കവർന്ന വിളക്കുകളും കാഴ്ചദ്രവ്യങ്ങളും പോലീസ് കണ്ടെടുത്തു. പോലീസിനെ കുറച്ച് മണിക്കൂറുകളിൽ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു കേസാണ് ചാലക്കുടി ബാങ്ക് കവർച്ച കേസ്. ഇതിൽ പ്രതി റിജോ ആന്റണിക്കായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അപേക്ഷ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നൽകിയത്. ഇന്ന് അത് പരിഗണിക്കും. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, പണം ഏതാണ്ട് എല്ലാം റിക്കവർ ചെയ്ത് കഴിഞ്ഞു, തെളിവുകൾ പൂർണ്ണമായും ശേഖരിച്ചു കഴിഞ്ഞു, പ്രതി കുറ്റം സമ്മതിച്ചു. ഇനി മറ്റു നടപടികൾ കൂടിയുണ്ട്. എന്തൊക്കെയാണത്? രഞ്ജിത്ത, ഇന്നിപ്പോൾ പ്രതിയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നുണ്ട് ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുമ്പോൾ അതേസമയം തന്നെ പ്രതിക്ക് വേണ്ടി ജാമ്യാപേക്ഷയും സമർപ്പിക്കുന്നുണ്ട്. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുമോ എന്നത് തീരുമാനിച്ചിട്ടില്ല, ഇന്ന് സമർപ്പിക്കതേയുള്ളൂ. പക്ഷേ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നുണ്ട്. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നു എന്നതാണ്. പോലീസ് ഇതിൽ നിലവിൽ പണമെല്ലാം തന്നെ വീണ്ടെടുത്തുവെങ്കിലും ഇതിലൊരു ഗൂഢാലോചന ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും പങ്കാളികളായിട്ടുണ്ടോ, ഏതെങ്കിലും രീതിയിലൊരു സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു പൂർണ്ണ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് കൂടുതൽ ചോദ്യം ചെയ്യലും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നത്. നിലവിൽ വന്നിരിക്കുന്ന തെളിവുകളും അതോടൊപ്പം എല്ലാം പൊരുത്തപ്പെട്ടു പോകുന്നതാണ്. മറ്റ് ഒരാൾ കൂടി ഉണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങളിലേക്ക് കണ്ടെത്തൽ ഒന്നും നടത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എങ്കിലും എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നു എന്നതാണ്. കാരണം ഇതേപോലൊരു ബാങ്ക് കവർച്ച വളരെ പെട്ടെന്ന് നടത്തി തീർക്കുകയും ഒപ്പം തന്നെ ഈ പോലീസിനെ ഏതാണ്ട് 2 ദിവസത്തോളം ഒരു പിടിയും ഇല്ലാത്ത രീതിയിലേക്ക് ഇയാൾ മാറി നിൽക്കാൻ എല്ലാം തന്നെ കഴിയുകയും ചെയ്തത്. ഇങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വന്ന ഒരാൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പോയതാണ് എന്ന് പോലീസിന് ആ രീതിയിലേക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇതിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ളൊരു സംശയം തുടക്കം മുതൽ തന്നെയുണ്ട്. അത് ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്, ഒന്നുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് കൂടുതൽ ചോദ്യം ചെയ്യലും അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത്. നിലവിൽ ഇയാൾക്ക് മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾക്ക് 13 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കവർച്ചയും ഗൂഢാലോചനയും ഭവനവേദന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾക്ക് മേൽ ചുമത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ ഇപ്പോൾ വിയ്യൂരിലേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം കസ്റ്റഡിയിലേക്ക് ലഭിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. തെളിവെടുപ്പും കാര്യങ്ങളും എല്ലാം തന്നെ പൂർത്തിയായതാണ്. എങ്കിലും ഇപ്പോഴും സംശയിക്കുന്നൊരു ഘടകം ആരെങ്കിലും ഇയാൾക്ക് ഒരു സഹായകരമായി പുറത്ത് ഉണ്ടായിരുന്നോ എന്ന സംശയം പോലീസിന് തുടക്കം മുതൽ തന്നെയുണ്ട്. അത് ഇയാളെ ചോദ്യം ചെയ്തതിന് ശേഷം ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഇയാളുടെ ഫോൺ കോൾ വിശദാംശങ്ങളടക്കം പോലീസ് വീണ്ടും പരിശോധിക്കുന്നുണ്ട്. രഞ്ജിത്ത്. ശരി, ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു.
പാതിവില തട്ടിപ്പിന് ഇരകളാക്കപ്പെടുന്നവരുടെ പ്രതിഷേധ സംഗമം ഇടുക്കി തൊടുപുഴയിൽ നടന്നു. 350ഓളം ആളുകൾ പങ്കെടുത്തു. തട്ടിപ്പിന്റെ വിഹിതം സംഭാവനയായോ കൈക്കൂലിയായോ കൈപ്പറ്റിയുള്ള മുഴുവൻ ആളുകളിൽ നിന്നും പണം തിരിച്ചുപിടിക്കാൻ നടപടികൾ ഉണ്ടാകണമെന്ന് ഇരകൾ ആവശ്യപ്പെടുന്നു. പാതിവില തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടവർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ഉയർത്തുന്നതിനിടെയാണ് ഇടുക്കി തൊടുപുഴയിൽ പ്രതിഷേധ സംഗമം നടന്നത്. കരിമണ്ടൂർ കുന്നപ്പിള്ളി ഓഡിറ്റോറിയത്തിൽ ചേർന്ന പ്രതിഷേധ സംഗമത്തിൽ 350ഓളം പേർ പങ്കെടുത്തു. തട്ടിപ്പ് കേസിൽ പങ്കാളികളായിട്ടുള്ള ഉന്നത സ്വാധീനമുള്ള വ്യക്തികൾക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. തുടർ നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് യോഗത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. രക്ഷാധികാരിയായി അഡ്വക്കേറ്റ് ബേസിൽ ജോൺ, ചെയർപേഴ്സണായി ലിസി ബാബു തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ജനങ്ങളുടെ പണം തിരികെ ലഭിക്കുന്നതിന് ഒരുമിച്ച് നിൽക്കാനും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുവാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് 18 തൊടുപുഴ. പാതിവിൽ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ തുടരുന്ന അനന്തു കൃഷ്ണനെ ഇന്ന് ചോദ്യം ചെയ്യും. ഇതിനുശേഷം തട്ടിപ്പ് നടന്ന വിവിധ മേഖലകളിൽ എത്തിച്ച് ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തും. നാളെ വൈകിട്ട് അനന്തുവിനെ തിരികെ കോടതിയിൽ ഹാജരാക്കണം. ഡാനി, വിവരങ്ങൾ. രഞ്ജിത്ത്, അനന്തകൃഷ്ണന്റെ കസ്റ്റഡി ഇപ്പോഴുള്ള ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡി 2 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരുന്നത്. അത് നാളെ അവസാനിക്കുകയാണ്. ഇതിനു മുൻപ് ഇയാളിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് ക്രൈംബ്രാഞ്ച് ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് ഇയാളുടെ ഒരു സാമ്പത്തിക തട്ടിപ്പ് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ തന്നെ അത് ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം 21 അക്കൗണ്ടിൽ ഏതാണ്ട് 500 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നു. അതിലേക്ക് നിക്ഷേപങ്ങൾ വന്നു എന്ന രീതിയിലും, ഒപ്പം ഇയാളുടെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന അക്കൗണ്ടിലൂടെ ഈ ബുക്കിങ്ങുകൾക്ക് വേണ്ടി മാത്രമായി 143 കോടി രൂപയുടെ പണം സമാഹരിച്ചു നിരവധിയായ ആളുകളിൽ നിന്ന്. അപ്പോൾ ഈ തുകയെല്ലാം ഇയാൾ എവിടേക്കാണ്, എങ്ങോട്ടാണ് കൊണ്ടുപോയത്, ആർക്കൊക്കെ വിതരണം ചെയ്തു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല. ഇയാൾ അവസാനം ഇയാളുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 4 കോടി രൂപയാണ് അതിലുണ്ടായിരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും വലിയ തുക ഏത് രീതിയിൽ വിനിയോഗിച്ചു, എങ്ങനെയാണ് ഇയാൾ ഉപയോഗപ്പെടുത്തിയതെന്നതെല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. നിലവിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് പലർക്കും തന്നെ പണം നൽകിയിട്ടുണ്ട്. ഇയാൾ തന്നെ പറഞ്ഞു പല രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ പേരുവിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വ്യക്തമാക്കിയില്ല. പലരെയും തന്നെ ആരോപണങ്ങൾ ഉയർന്നവരെ തന്നെ പിന്നീട് ഇയാൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു അവർക്ക് പണം നൽകിയിട്ടില്ല, ചിലർക്ക് കാര്യങ്ങളിലെല്ലാം തന്നെ പറഞ്ഞു. അങ്ങനെ ചില കാര്യങ്ങളിൽ കൃത്യവും വ്യക്തവുമായ കാര്യങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇയാളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുക, ഒപ്പം തന്നെ ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ്, അത്തരം കാര്യങ്ങളുടെ കൃത്യമായ രേഖകളും കാര്യങ്ങളും എല്ലാം തന്നെ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടി അതിലൊരു ഇയാളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം ഇയാളുടെ ഓഫീസിലെ ജീവനക്കാരുടെ അക്കൗണ്ടുകൾ ഇയാൾ ഉപയോഗിച്ചതായിട്ട് ക്രൈംബ്രാഞ്ചിന് വ്യക്തമായിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടിലൂടെ പണമിടപാട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവർക്കറിയാവുന്നതാണോ, അവരേതെങ്കിലും സഹായികളായി ഇതിലുണ്ടായിരുന്നോ എന്നതടക്കമുള്ള നിരവധിയായ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉത്തരം ക്രൈംബ്രാഞ്ച് കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ സാമ്പത്തിക തട്ടിപ്പ് എന്നതിന് ഒരു ആസ്പദമാക്കിയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ 2 ദിവസത്തിന് ശേഷം ഇയാൾ തിരികെ റിമാൻഡിലേക്ക് പോകുന്നു. ആ സമയത്ത് കൃത്യമായൊരു റിപ്പോർട്ട് കസ്റ്റഡിയിലെ സംബന്ധിയായ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ആ റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ പാതിവില തട്ടിപ്പ് സംബന്ധിച്ച വലിയ രീതിയിലുള്ള ഒരു ചോദ്യങ്ങൾ എല്ലായിടത്തും തന്നെ ഉയർന്നിരുന്നു. ഈ പണം ഒരുപാട് പിരിപ്പിച്ചിരിക്കുന്നു, ഇതെങ്ങോട്ട് പോയി എന്നതെല്ലാം സംബന്ധിയായ കാര്യങ്ങൾക്ക് ഇനിയും വ്യക്തതയില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. കൊച്ചി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ മലയാളി ബാങ്ക് ഉദ്യോഗസ്ഥന് ജാതി അധിക്ഷേപവും തൊഴിൽ പീഡനവും നേരിട്ട സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങി ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. സംസ്ഥാന വ്യാപകമായി എല്ലാ ഇന്ത്യൻ ഓവർസീസ് ബ്രാഞ്ചുകളിലും പ്രതിഷേധം അറിയിക്കും. ജോലിക്കിടെ മേലുദ്യോഗസ്ഥൻ തനിക്ക് ചായയും മരുന്നും വാങ്ങിക്കൊണ്ടുവരാൻ പരാതിക്കാരനോട് ആവശ്യപ്പെട്ടെന്നും ക്രൂരമായി മർദ്ദിച്ചു എന്നുമായിരുന്നു പരാതി. സമാനമായ സംഭവങ്ങൾ മറ്റ് ജീവനക്കാരും നേരിട്ടിട്ടുണ്ടെന്ന് കുടുംബവും തൊഴിലാളി സംഘടനകളും ആരോപിക്കുന്നു. എറണാകുളം ജോസ് ജംഗ്ഷനിൽ ഉള്ള ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ റീജിയണൽ ഓഫീസിലെ ജീവനക്കാരനാണ് പരാതിക്കാരൻ. ഓൺലൈൻ വ്യാപാര തട്ടിപ്പ് സംഘത്തിലെ 2 പേർ പിടിയിൽ. കൊല്ലം റൂറൽ സൈബർ ക്രൈം പോലീസ് കാസർഗോഡ് നിന്നാണ് പ്രതികളെ പിടിച്ചത്. കാസർഗോഡ് സ്വദേശികളായ അജീബ്, ഷുഹൈബ് എന്നിവരാണ് പിടിയിലായത്. വിനീഷ് ചേരുന്നു. വിനേഷ്, എങ്ങനെയാണ് ഇവരുടെ തട്ടിപ്പിന്റെ രീതി, എങ്ങനെയായിരുന്നു, ഇവർ എത്ര പേരെ ഇത്തരത്തിൽ കബളിപ്പിച്ചു?
രഞ്ജിത്തെ, ഈ സൈബർ തട്ടിപ്പുകൾ വ്യാപകമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 2 പ്രതികളെ കൊട്ടാരക്കര സൈബർ പോലീസ് പിടിച്ചതായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. കൊല്ലം റൂറൽ സൈബർ ക്രൈം പോലീസ് അന്വേഷിച്ചു വന്ന 2 ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് സംഘത്തിലെ മുഖ്യ പ്രതികളാണ് ഇവർ. കാസർഗോഡ് നിന്നാണ് ഇവരെ സൈബർ പോലീസ് പിടികൂടിയിരിക്കുന്നത്. കാസർഗോഡ് 19കാരനായ അജീർ, അതുപോലെ തന്നെ 22 വയസ്സുള്ള അബ്ദുൽ സുഹൈബ് എന്നിവരെയാണ് കൊട്ടാരക്കര സൈബർ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത്. കൊട്ടാരക്കര സ്വദേശിയായ പരാതിക്കാരന് ഷെയർ ട്രേഡിംഗ് കമ്പനി വഴി ലാഭമുണ്ടാക്കി നൽകാമെന്ന വ്യാജ വാഗ്ദാനം നൽകി ഇവർ 81.5 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ അഞ്ചൽ സ്വദേശിയായ പരാതിക്കാരിൽ നിന്നും വിവിധ കമ്പനികളുടെ ഓൺലൈൻ ട്രേഡിംഗ് നടത്തി ലാഭം നൽകിത്തരാമെന്ന വാഗ്ദാനം നൽകിയും 13 ലക്ഷം ഈ പ്രതികൾ കൈക്കലാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ അബ്ദുൽ സുഹൈബിനെ രണ്ടാമത് പിടികൂടുന്നത്. ഈ ബാങ്ക് ചെക്ക് മുഖേന തട്ടിപ്പ് പണം വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പിൻവലിപ്പിച്ച് ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പുകൾ നടത്തി വരുന്നതിൽ മുഖ്യ കണ്ണികളാണ് ഇവർ രണ്ടുമെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് സൈബർ പോലീസ് ഇവരെ ഇപ്പോൾ പിടികൂടിയത്. തട്ടിപ്പിൽ ഇനിയും ആൾക്കാരുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കൊരു ന്യൂസ് 8ന്റെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് പോകാം. ഞങ്ങളുടെ സഹപ്രവർത്തകനായ വീഡിയോ ജേർണലിസ്റ്റ് KP ധനേഷിന്റെ മകൻ ആര്യന്റെ പിറന്നാളാണെന്ന്. ഉണ്ണിക്കുട്ടൻ എന്നാണ് ആര്യനെ എല്ലാവരും വിളിക്കുന്നത്. ആര്യൻകുട്ടന് എല്ലാ ആശംസകളും. സുൽത്താൻ ബത്തേരിയിലെ തൻഹ ഫാത്തിമയുടെ 6ാം പിറന്നാളാണിന്ന്. ആശംസകളുമായി സഹോദരി ഹനാസന, സഹോദരൻ സല്യു എന്നിവരുണ്ട്. ഒപ്പം ന്യൂസ് 18ന്റെ എല്ലാ ആശംസകളും. നമുക്ക് രാവിലെ പൂർണ്ണമാകാനുള്ള സമയമാണ്. ന്യൂസ് 18ൽ ഇനിയും വാർത്തകളുണ്ടാകും, വിശേഷങ്ങളുണ്ടാകും. തുടരുക. നമസ്കാരം.